ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുക്ക് സ്തുതി ഹോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ഒന്ന് എണീൽക്കാം. हम जरा खड़े हो जाएंगे. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. दोनों हाथ ईश्वर की उपस्थिति में उठाकर पकड़ लें. നമുക്ക് ഇപ്രകാരം ചേർന്ന് പ്രാർത്ഥിക്കാം. हम इस प्रकार प्रार्थना करें. കർത്താവായ യേശുവേ, हे प्रभु यीशु, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. हम आपकी आराधना करते हैं. യേശുവേ, हे यीशु, അങ്ങയുടെ आपके തിരുരക്തത്താൽ पवित्र रक्त से ഞങ്ങളെ കഴുകണമേ. हमें धो दीजिए. എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. सभी पीछे दोहराइए. കർത്താവായ യേശുവേ, हे प्रभु यीशु, അങ്ങയുടെ തിരുരക്തത്താൽ आपके पावन लहू से ഞങ്ങളെ കഴുകണമേ. हमें धो दीजिए. ഹല്ലേലൂയ हालेलुया. യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर എല്ലാ പൈശാചിക ശക്തികളും सारी शैतानिक शक्तियाँ, എല്ലാ തിന്മയുടെ അരൂപികളും सारी बुराई की आत्माएं ഈ സ്ഥലത്തു നിന്ന് इस जगह से, ഈ ദേശത്തു നിന്ന് इस देश से വിട്ടുമാറട്ടെ. दूर हो जाए. യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर ഞങ്ങൾ ബന്ധിക്കുന്നു, हम बंधित करते हैं, ബഹിഷ്കരിക്കുന്നു. हम बहिष्कार करते हैं. हालेलुया. हालेलुया. യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर അത്ഭുതങ്ങൾ, चमत्कार, അടയാളങ്ങൾ, चिन्ह, രോഗശാന്തികൾ, रोग चंगाइयाँ, മാനസാന്തരങ്ങൾ मन परिवर्तन ഇവിടെ സംഭവിക്കട്ടെ. यहाँ घटित हो. ഹല്ലേലൂയ हालेलुया. ഹല്ലേലൂയ हालेलुया. ഹല്ലേലൂയ हालेलुया. ഹല്ലേലൂയ. हालेलुया. യേശു ക്രിസ്തുവിന്റെ यीशु क्रिस्त के അത്ഭുത നാമത്തിൽ चमत्कारी नाम पर ആകാശത്തിലും आकाश पर, ഭൂമിയിലും धरती पर, പാതാളത്തിലും पाताल में എല്ലാ മുഴങ്കാലും അടങ്ങുന്ന सारे घुटने टेकने वाले യേശുവിന്റെ यीशु के അത്ഭുത നാമത്തിൽ चमत्कारी नाम पर അന്ധകാര ശക്തികളെ, अंधकार की शक्तियों, സാത്താന്യ ശക്തികളെ, शैतान की शक्तियों, ഞങ്ങളെയും हमें ഈ പ്രദേശത്തെയും इस प्रदेश को വിട്ടുമാറുക. दूर हो जाओ. ഈ ദേശത്തിന്റെ മേൽ इस देश पर സ്വാധീനം ചെലുത്തുന്ന अधीन बनाए रखने वाले ദുഷ്ടാത്മാക്കളെ दुष्ट आत्माएं യേശുവിന്റെ നാമത്തിൽ, यीशु के नाम पर, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ यीशु के पावन लहू की शक्ति സഭയോട് से, ചേർന്ന് कलीसिया से जुड़कर, പരിശുദ്ധ മറിയത്തിന്റെ യോഗ്യതയിൽ पवित्र मां मरियम की योग्यता से കാൽവരി जुड़कर കുരിശിന്റെ ചുവട്ടിലേക്ക് कालवरी क्रूस के नीचे ഞങ്ങൾ ആട്ടിപ്പായിക്കുന്നു, हम भगाते हैं, ബന്ധിക്കുന്നു. बंधित करते हैं. നിർവീര്യമാവട്ടെ, निर्वीर्य हो जाए. ദൈവജനം സ്വതന്ത്രമാവട്ടെ. ईश जनता स्वतंत्र हो. ഈ ദേശത്തിന്റെ മേൽ इस देश पर ആധിപത്യം എടുത്തിരിക്കുന്ന अधीन बनाए हुए എല്ലാ അന്തരീക്ഷ ശക്തികളെയും सभी यहाँ के वातावरण की शक्तियाँ, ദുഷ്ടാത്മാക്കളെയും दुष्ट आत्माएं ശാസിക്കുന്നു. हम शासित करते हैं. യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर വിട്ടുമാറട്ടെ. दूर हो जाए. ഞങ്ങളെ ഞെരുക്കുന്ന, हमें कसने वाले, ഞങ്ങളെ പീഡിപ്പിക്കുന്ന हमें पीड़ाएं देने वाले ദുഷ്ടാരൂപികളുടെ दुष्ट आत्माएं, ബന്ധനങ്ങൾ അഴിയട്ടെ. बंधन खुल जाए. പാപ ദുശീലങ്ങൾ, पाप की बुरी आदतें, പാപത്തിന്റെ ആസക്തികൾ, पाप की आसक्तियाँ, ജഡമോഹങ്ങൾ जड़ की वासनाएं ഞങ്ങളെ വിട്ടുമാറട്ടെ. हमें छोड़ जाए. യേശുവിന്റെ നാമത്തിൽ यीशु के नाम पर വിട്ടുമാറട്ടെ. दूर हो जाए. എല്ലാവരും സ്വരമുയർത്തി സ്തുതിച്ചേ. सभी ഹല്ലേലൂയ मिलकर स्तुति करें. हालेलुया 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 शक्त रूप से स्तुति कीजिए. आवाज उठाकर स्तुति कीजिए. അധരങ്ങൾ തുറക്കുക, സ്വരമുയർത്തുക, യേശുവിനെ വിളിച്ച് मुंह खोलकर स्तुति कीजिए. आवाज उठाइए, यीशु को पुकारिए और जोर से. हालेलुया 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 हालेलुया. യേശു ആരാധന ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. Thank you Jesus, thank you Lord, hallelujah. റഹ്മാനിയ നമസ്കാരപാരി ശബലബലബലബല ശബലബലബലബല ശബലബലബല ശമ്മാരിയ നമസ്കാരപാരി ശബലബലബലബല. കർത്താവേ, ദൈവജനത്തിന്റെ ഒഴുക്ക് തടയുക, തിന്മയുടെ ശക്തി വിട്ടുമാറട്ടെ. ദൈവജനത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവജനങ്ങളുടെ പ്രഭാകം ഉണ്ടാവട്ടെ. തിന്മയുടെ ശക്തിയുടെ ആധിപത്യങ്ങളെ ഞങ്ങൾ തകർക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗവാസികളെ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ. हे पवित्र मां मरियम, सभी संतों, सभी स्वर्गदूतों, हमारे लिए प्रार्थना कीजिए. നമുക്ക് ശാന്തമായിരിക്കാം. शांत होकर बैठ जाएं. ഹല്ലേലൂയ. हालेलुया. യേശു
നമ്മെ എല്ലാവരെയും ഇവിടെ ഒന്നിച്ച് ചേർത്തിരിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. यीशु ने हम सबों को यहाँ पर इसलिए इकट्ठा किया है ताकि यीशु हमें आशीष दे सके. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, ആശ്വാസം നൽകുവാൻ യേശു നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. हमारे आंसू पहुँचने के लिए, हमें सांत्वना देने के लिए, हमें चंगाइयाँ देने के लिए यीशु हमें यहाँ लेकर आए हैं. സങ്കീർത്തനം 115:12 മുതലുള്ള തിരുവചനങ്ങൾ. स्तोत्र ग्रंथ अध्याय 115 का वचन 12 से. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. प्रभु हमको याद करता है, वो हमें आशीर्वाद प्रदान करेगा. കർത്താവിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും വിചാരമുണ്ട്, കർത്താവ് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. प्रभु हम में से हर एक को याद करता है, वो हमारे बारे में विचार रखता है. കർത്താവിന് നമ്മുടെ കുടുംബത്തെ കുറിച്ച് വിചാരമുണ്ട്. प्रभु को हमारे परिवार के बारे में भी विचार है. നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചും മക്കളെ കുറിച്ചും കർത്താവിന് വിചാരമുണ്ട്. हमारे माता पिता के बारे में, हमारे बच्चों के बारे में भी वो ख्याल रखता है. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളെ കുറിച്ചും കർത്താവിന് വിചാരമുണ്ട്. हमारी जिंदगी में जो कोई भी जरूरतें हैं उसके बारे में भी वो ख्याल रखता है. നിന്റെ രോഗങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരൊക്കെ കർത്താവിന് അറിയാം. आपकी बीमारियां, दुख, दर्द सब प्रभु जानता है. നിന്റെ കുടുംബത്തിലെ പ്രയാസങ്ങളും കടബാധ്യതകളും എല്ലാം യേശു അറിയുന്നുണ്ട്. आपके परिवार की समस्याएं, कर्ज सब यीशु जानता है. യേശു നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് കണ്ണുനീർ തുടച്ച് അനുഗ്രഹിച്ചു വിടുവാനാണ്. यीशु आपको इधर इसलिए लेकर आए हैं ताकि वो आपके आंसू पोंछकर आपको खुश खुश घर भेजे. വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹരോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും. वचन इस प्रकार कहता है, प्रभु हमको याद करता है, वो हमें आशीर्वाद प्रदान करेगा, वो इस्राएल के घराने को आशीर्वाद प्रदान करेगा. കർത്താവിന്റെ ഭക്തന്മാരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും. 13-ാം വചനം. वह प्रभु के श्रद्धालु भक्तों को आशीर्वाद प्रदान करेगा, चाहे वे बड़े हो या छोटे. കർത്താവിന്റെ ഭക്തന്മാരായിട്ടുള്ള ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും പാവപ്പെട്ടവരും, ഏത് അവസ്ഥയിലുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കും. प्रभु के श्रद्धालु भक्तों को, चाहे वो बड़ा हो या छोटा हो, धनी हो या गरीब हो, किसी भी अवस्था के व्यक्ति को प्रभु आशीर्वाद देगा. ദൈവത്തിന് മുഖം നോട്ടമില്ല. ईश्वर किसी का चेहरा नहीं देखता. അപ്പസ്തോല പ്രവർത്തനം 10:22 ദൈവത്തിന് മുഖം നോട്ടമില്ല. प्रेरित चरित्र अध्याय 10 का वचन 22, प्रभु चेहरा नहीं देखता. ദൈവത്തിന് മുഖം നോട്ടമില്ല. प्रभु चेहरा नहीं देखता है. ദൈവം ജാതിയോ മതമോ നോക്കുന്നില്ല. प्रभु आपके धर्म को नहीं देखता है. നിറമോ വർണ്ണമോ അവിടുന്ന് നോക്കുന്നില്ല. आपके रंग रूप को वो नहीं देखता. ആര് യേശുവിനെ വിളിച്ചാലും അവർ അനുഗ്രഹിക്കപ്പെടും. जो कोई भी यीशु को पुकारता है उन सबको अनुग्रह जरूर मिलेगा. അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖുകാരനെന്നോ വ്യത്യാസമില്ല. वहाँ पर चाहे वो हिंदू हो, सिख हो, मुसलमान हो, ऐसा कोई अंतर नहीं. പാപിയെന്നോ നല്ലവനെന്നോ വ്യത്യാസമില്ല. യേശുവിനെ ആര് വിളിച്ചാലും അവരെ യേശു അനുഗ്രഹിക്കും. चाहे वो पापी हो या भला हो, किसी को भी अगर वो यीशु को पुकारता है तो वो सुनेगा. കർത്താവ് വലിയവരെയും ചെറിയവരെയും അനുഗ്രഹിക്കും. प्रभु छोटे बड़े सबको आशीर्वाद देगा. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आपको आशीर्वाद दे. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. आपको और आपके बच्चों को भी प्रभु आशीर्वाद दे. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. आकाश और पृथ्वी की सृष्टि करने वाला प्रभु तुम्हें आशीर्वाद प्रदान करे. ആകാശം കർത്താവിന് മാത്രമുള്ളത്, प्रभु का स्वर्ग प्रभु का स्वर्ग है, എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു. किंतु उसने पृथ्वी मनुष्य को प्रदान की है. മരിച്ചവരും നിശബ്ദതയിൽ ആണ്ടുപോയവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല. मृतक प्रभु की स्तुति नहीं करते, वे सब अधोलोक जाते എന്നാൽ हैं. നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും. किंतु हम अभी और अनंत काल तक प्रभु को धन्य कहते हैं. നമ്മൾ ഇന്നും എന്നേക്കും കർത്താവിനെ സ്തുതിക്കും. हम अभी और अनंत काल तक प्रभु की स्तुति करेंगे. കർത്താവിനെ സ്തുതിക്കുവിൻ. प्रभु की स्तुति करो. അനുഗ്രഹിക്കുന്ന ദൈവത്തെ, ആശ്വാസം നൽകുന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. अनुग्रह देने वाले, सांत्वना देने वाले प्रभु की हम स्तुति करें. രണ്ടു കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. दोनों हाथ ऊपर उठा ले.
സ്തുതിക്കുക. स्तुति ഹല്ലേലൂയ कीजिए। ഹല്ലേലൂയ हालेलुया, हालेलुया, എല്ലാവരും हालेलुया, സ്തുതിക്കട്ടെ. हालेलुया, हालेलुया। सभी Open मिलकर your स्तुति mouth. कीजिए। ഹല്ലേലൂയ. मुंह खोलकर स्तुति कीजिए, आवाज വായകളൊക്കെ उठाकर। തുറന്ന് സ്വരമുയർത്തി. मुंह खोलकर आवाज उठाकर स्तुति कीजिए। Lift up your voice. സ്വരമുയർത്തി. अपनी आवाज उठाकर स्तुति कीजिए। റഹബാരിയാരിയ മസ്താലബാരി ശബലബല. റഹറബാരിയാരിയാരിയാരിയ. ശബലബലബലബല. അറഹമാരി ശബലബല മസ്താരബാരി. ലററബാരിയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സ്തുതി പിതാവേ कीजिए। നന്ദി. പിതാവേ സ്തോത്രം, സ്തോത്രം. ഈ ജനത്തിന്റെ पिता മേൽ की स्तुति हो, पिता को കർത്താവിന്റെ ആത്മാവ് धन्यवाद। വന്ന് यीशु की നിറയട്ടെ. स्तुति हो, यीशु को Lord धन्यवाद। Jesus, open the आत्मा heaven. की स्तुति हो, Send आत्मा your को fire. धन्यवाद। ആത്മാവിന്റെ തീരമിട്ട്. Hallelujah, Lord Jesus. Lord Jesus, bless them. അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. In the name of Jesus. 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 ശബ്ബാരി ആരി ആരി ആരി. യേശു കരം മടിച്ചു കർത്താവിനെ ताली സ്തുതിക്കാം. बजाकर स्तुति कीजिए और जोर से और शक्ति से। Praise the Lord. Praise the Lord। Praise the Lord. എല്ലാവർക്കും സന്തോഷമാണോ? क्या सब खुश हैं? Yes. സന്തോഷമുള്ളവർ ഒന്ന് കൈവീശി കാണിച്ചേ. जो खुश हैं हाथ लहराते हुए दिखाइए। ഹല്ലേലൂയ. हालेलुया। നമ്മൾ സന്തോഷത്തോടുകൂടെ ഇവിടെ ആയിരിക്കാം ഈ വചനകൂടാരത്തിൽ. हम खुशी के साथ हमारे इस वचन तम्बू में यहाँ बैठे हैं। യേശു ഇവിടെ വന്നിട്ടുണ്ട്. यीशु इधर आया है। പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു സ്വർഗം വിട്ട് ഇവിടെ ഈ സ്ഥലത്ത് ഇറങ്ങി വന്നിരിക്കുക. पिता के दाहिनी ओर बैठने वाला हमारा प्रभु यीशु स्वर्ग छोड़कर हमारे बीच में आया है। നിങ്ങളെയും ഈ ദേശത്തെയും അനുഗ്രഹിക്കുവാൻ കർത്താവ് മഹത്വപൂർണനായിട്ട് ഇവിടെയുണ്ട്. आपको और आपके इस देश को आशीर्वाद देने के लिए प्रभु यीशु महिमा के साथ विराजमान है। നമ്മുടെ ദൈവം സർവശക്തനാണ്. हमारा ईश्वर सर्वशक्तिमान है। ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. हमारा ईश्वर चमत्कारों का ईश्वर നമ്മുടെ है। ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. हमारा ईश्वर अनुग्रह देने वाला ईश्वर നമ്മുടെ है। ദൈവം സൗഖ്യമാക്കുന്ന ദൈവമാണ്. हमारा ईश्वर चंगाई दाता है। നമ്മുടെ ദൈവം ശക്തി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. हमारा ईश्वर शक्ति प्रकट करने वाला നമ്മുടെ ईश्वर है। ദൈവം ആശ്വാസം നൽകുന്ന ദൈവമാണ്. हमारा ईश्वर सांत्वना देने वाला ईश्वर है। हालेलुया। हालेलुया। ഒരിക്കൽ കൂടി കരമുയർത്തി വിളിച്ച യേശുവേ. एक बार फिर हाथ उठाकर पुकारिए यीशु। सब मिलके यीशु ഉച്ചസ്വരത്തിൽ और जोर से। യേശു പോരാ, ആത്മകട സ്വരമുയർത്തി थोड़ा और आवाज उठाकर पूरी शक्ति से पुकारिए യേശുവേ. यीशु। യേശു വിളിക്കട്ടെ. पुकारिए पुकारिए। യേശു ഹല്ലേലൂയ. हालेलुया। യേശു എന്ന നാമം വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. यीशु का नाम पुकारने पर ही आप आशीर्वाद प्राप्त कर रहे हैं। മാനവരാശിക്ക് രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയത് യേശു എന്ന നാമമാണ്. मानव जाति की मुक्ति के लिए हमें यीशु नाम दिया गया है। യേശു ആരാണ്? यीशु कौन है? യേശു ആരാണ്? यीशु कौन है? യേശു ദൈവമാണ്. यीशु ईश्वर है। എല്ലാവരും ഒന്ന് പറഞ്ഞ യേശു ദൈവമാണ്. सब जरा बोलिए यीशु ईश्वर है। बोलिए। യേശു ഈശ്വർ വലത് കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ യേശു ദൈവമാണ്. दाहिना हाथ उठाकर बोलिए यीशु ईश्वर है। യേശു ഈശ്വർ है ഉച്ചത്തിൽ വിളിച്ച് और जोर से പറഞ്ഞേ യേശു യേശു ഈശ്വർ ദൈവമാണ്. यीशु ईश्वर है। യേശു ഈശ്വർ है ഒരിക്കൽ കൂടി एक और बार। യേശു ഈശ്വർ है ഹല്ലേലൂയ. हालेलुया। നമ്മൾ ഈ ക്ലാസ്സിൽ കേൾക്കുന്നത് യേശു ആരാണ്, യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് എന്തൊക്കെ ചെയ്തു തന്നു എന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. हम अभी इन वचनों के द्वारा ये सुनेंगे कि यीशु कौन है, यीशु ने हमारे लिए क्या क्या किया है। പ്രൈസ് ദി ലോർഡ്. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു. यीशु हमारे इस पृथ्वी पर मानव रूप धारण किया। യേശു ദൈവമാണ്. यीशु ईश्वर है। പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ യേശു ജനിച്ചു. पवित्र माँ मरियम के गर्भ में पवित्र आत्मा की शक्ति से यीशु ने जन्म लिया। മറിയത്തിന്റെ മകനായി യേശു ഈ ഭൂമിയിൽ പിറക്കുകയാണ്. मरियम के पुत्र के रूप में यीशु इस धरती पर जन्म लेता है। ജ്ഞാനത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 16, 17, 18 വചനങ്ങൾ, 19 വചനങ്ങൾ. प्रज्ञा ग्रंथ अध्याय 12 का वचन 19 और 20। അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്.
आपकी शक्ति न्याय का स्रोत है। എല്ലാറ്റിൻ്റെ മേൽ അവിടുത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. और इसलिए आपको सब पर अधिकार दिया गया है, जिस कारण आप सब पर दया दिखाते हैं। അപ്പോൾ എല്ലാറ്റിൻ്റെ മേൽ ദൈവത്തിനാണ് പരമാധികാരം. सबके ऊपर यीशु को ही परम अधिकार दिया गया है। യോഹന്നാൻ 1:3 പറയുന്നു, സമസ്തവും അവൻ മൂലം യേശു മൂലം ഉണ്ടായി. योहन का सुसमाचार अध्याय 1:3 में कहता है, समस्त उसके द्वारा उत्पन्न हुआ। എല്ലാം യേശു ക്രിസ്തു വഴി ഉണ്ടായി. എല്ലാറ്റിൻ്റെ മേൽ അധികാരം ആധിപത്യം യേശുവിനാണ്. सब कुछ यीशु के द्वारा ही उत्पन्न हुआ है, सब पर यीशु को ही अधिकार है। മത്തായി 28:20 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. सन्मति सुसमाचार अध्याय 28 का वचन 20, सब पर मुझे अधिकार दिया गया है। ആമേൻ. അപ്പോൾ എല്ലാറ്റിൻ്റെയും അധികാരം ആധിപത്യം എല്ലാം യേശുവിനാണ്. तो इस प्रकार से सबके ऊपर का अधिकार यीशु को ही है। യേശു ദൈവമാണ്, यीशु ईश्वर है, ഏകരക്ഷകനാണ്, वो एकमात्र मुक्तिदाता है, സർവശക്തനാണ്, सर्वशक्तिमान है। മാനവരാശിയുടെ ഏക സത്യ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. मानव जाति का सिर्फ एक लौता एक ही समस्त ईश्वर सिर्फ यीशु है। ആര് യേശുവിനെ വിളിച്ചപേക്ഷിച്ചാലും യേശു അവരെ അനുഗ്രഹിക്കും. जो कोई भी यीशु को पुकारेगा उन सबको यीशु अनुग्रह देगा। ജ്ഞാനം 12:16 അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്, എല്ലാറ്റിൻ്റെ മേൽ അവിടുത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോട് ദയ കാണിക്കാൻ കാരണമാകുന്നു. प्रज्ञा ग्रंथ अध्याय 12 वचन 16, तेरा न्याय तेरे सामर्थ्य पर आधारित है, तू सबका स्वामी है और इसलिए सब पर दया करता है। അങ്ങയുടെ അധികാരത്തെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. तू तभी अपना सामर्थ्य प्रकट करता है जब तेरी सर्वशक्तिमत्ता पर संदेह किया जाता है। അറിഞ്ഞിട്ടും ഗർവ് ഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു. तू उसी को दंड देता है जो तेरी प्रभुता जानकर तुझे चुनौती देता है। സർവശക്തനായ അങ്ങ് മൃദുവായ ശിക്ഷ നൽകുന്നു. तू शक्तिशाली होते हुए भी उदारता पूर्वक न्याय करता വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. और बड़ी कृपालुता से हम पर शासन करता है। യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരം ഉണ്ടല്ലോ. क्योंकि तू इच्छानुसार अपना सामर्थ्य दिखा सकता है। എല്ലാറ്റിന്റെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. सब पर यीशु क्रिस्त को अधिकार प्राप्त യേശു है। പറയുന്നതേ നടക്കത്തുള്ളൂ. जो यीशु कहता है सिर्फ वही घटित होता है। അവസാനത്തെ വാക്ക് യേശുവിന്റെ വാക്കാണ്. अंतिम शब्द कहा जाए तो वो सिर्फ यीशु का ही शब्द है। അവൻ എന്തു പറയുന്നോ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. जो वो कहता है सिर्फ वही घटित होता है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। യെശയ്യാ 9:6 വീണ്ടും നമ്മൾ കാണുന്നു. ईसाया नबी का ग्रंथ अध्याय 9 का वचन 6 फिर देखते हैं। ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും, अधिकार सिर्फ उसका है। വിസ്മയനീയനായ ഉപദേഷ്ടാവ്. विस्मयकारी उपदेष्टा है वो। വിസ്മയനീയനായ ഉപദേഷ്ടാവ്, वो अपूर्व परामर्शदाता, ശക്തനായ ദൈവം, മൈറ്റി ഗോഡ്, शक्तिशाली ईश्वर, നിത്യനായ പിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ, शाश्वत पिता, സമാധാനത്തിന്റെ രാജാവ്, പീസ് ഓഫ് കിങ്, शांति का राजा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। നമ്മുടെ ദൈവം സർവശക്തനാണ്. हमारा ईश्वर सर्वशक्तिमान है। അവൻ സമാധാനത്തിന്റെ രാജാവാണ്. वो शांति का ईश्वर है। സമാധാനം വെറൊരു വൈകാരിക അനുഭവമല്ല. शांति कहा जाए तो वो यूं ही एक हमारा मन का भाव नहीं। സമാധാനം ക്രിസ്തു എന്ന വ്യക്തിയാണ്. शांति कहा जाए तो वो यीशु नामक व्यक्ति है। ആരുടെ ഹൃദയത്തിൽ യേശു വരുന്നുവോ, ആരുടെ ഭവനത്തിൽ യേശു വരുന്നുവോ അവിടെ സമാധാനമുണ്ട്. जिसके हृदय में यीशु आता है, जिसके घर में यीशु आता है, वहां पर शांति है। ഹല്ലേലൂയ. हालेलुया। അവന്റെ സമാധാനം അനന്തമായിരിക്കും. उसकी शांति अनंत है അവന്റെ ആധിപത്യം നിസ്സീമമായിരിക്കും. और उसका राज्याधिकार हमेशा बना रहेगा। അവൻ എന്നേക്കും ഭരണം നടത്തും. वो हमेशा के लिए शासन करेगा। യേശു അവൻ ആൽഫായും ഒമേഗായുമാണ്.
प्रभु जो है अल्फा और ओमेगा है, അവൻ ആദിയും അന്ത്യവുമാണ്. वो आदि और अंत है, തുടക്കവും ഒടുക്കവും അവൻ മാത്രമാണ്. शुरुआत और अंत सिर्फ वही है. എല്ലാം യേശു എന്ന വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. सब कुछ यीशु नामक व्यक्ति पर केंद्रित है. യേശു മാത്രമാണ് ദൈവം. सिर्फ यीशु ही एकमात्र ईश्वर है. അവൻ സർവശക്തനാണ്. वो सर्वशक्तिमान है. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് दोनों हाथ उठाकर जरा यीशु कहते हुए पुकारिए. यीशु 3 बार पुकारेंगे. यीशु यीशु यीशु. ഹല്ലേലൂയ. हालेलुया. യേശു നാമത്തിന്റെ അത്ഭുതമായ ശക്തി നമ്മുടെ ഈ ദേശത്തെ വ്യാപരിക്കട്ടെ. यीशु नाम की चमत्कारी शक्ति हमारे इस देश में प्रदेश में फैल जाए. യെശയ്യാ 11:2 यशायाह नबी का ग्रंथ अध्याय 11 वचन 2. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. प्रभु का आत्मा उस पर छाया रहेगा. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, प्रज्ञा तथा बुद्धि का आत्मा, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, सुमति तथा धैर्य का आत्मा, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, ज्ञान तथा ईश्वर पर श्रद्धा का आत्मा. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. वो प्रभु पर श्रद्धा रखेगा. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. प्रभु की आत्मा उस पर छाया रहेगा. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും അഭിഷേകത്തിന്റെയും ശക്തിയുടെയും എല്ലാം ആത്മാവ് അവന്റെ മേൽ ആവസിക്കും. प्रज्ञा बुद्धि समुति तथा धैर्य का आत्मा उसमें छाया रहेगा. ലൂക്കാ സുവിശേഷം 4:18 संत लूकस का सुसमाचार अध्याय 4 वचन 18. യേശുവിന്റെ കരങ്ങളിൽ സിനഗോഗിൽ വെച്ച് പുസ്തകം നൽകപ്പെട്ടു. यीशु के हाथों में सभागृह में रखकर वचन पढ़ने को दिया गया. അവൻ ആ പുസ്തകം തുറന്നു. उसने वो पुस्तक പഴയ खोली. നിയമ പുസ്തകമാണ്, യേശയ്യായുടെ പുസ്തകമാണ്. पुराना विधान का ग्रंथ था, यशायाह नबी का ग्रंथ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ലോർഡ് സ്പിരിറ്റ് അപ്പോൺ മീ. प्रभु का आत्मा मुझ पर छाया रहता है. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. उसने मुझे भेजा है जिससे मैं दरिद्रों को सुसमाचार सुनाऊं, ബന്ധിതർക്ക് മോചനം, बंदियों को मुक्ति का, അന്ധർക്ക് കാഴ്ച, अंधों को दृष्टिदान का, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം. दलितों को स्वतंत्र करूं കർത്താവിന്റെ സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. और प्रभु के अनुग्रह का वर्ष घोषित करने के लिए मुझे भेजा है. ഹല്ലേലൂയ. हालेलुया. പഴയ നിയമത്തില് നമ്മളിപ്പോൾ വായിച്ച യെശയ്യായുടെ പുസ്തകത്തിൽ വായിച്ച ആ വചനം ഇവിടെ ലൂക്കായിൽ 4 നമ്മൾ കാണുകയാണ്. അവിടെ വചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. पुराने विधान में यशायाह नबी के ग्रंथ में दिया गया ये वचन हम नए विधान में लूकस के सुसमाचार में पूर्ण होते हुए देखते हैं. പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും പുതിയ നിയമത്തിലെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. पुराने विधान में नबियों के द्वारा कहा गया सभी वचन नए विधान में यीशु के द्वारा पूर्ण होता है. എല്ലാം ക്രിസ്തു എന്ന വ്യക്തിയിലൂടെ മാത്രമാണ്. सब कुछ केवल क्रिस्त नामक व्यक्ति के द्वारा है. അവൻ സർവശക്തനാണ്. वो सर्वशक्तिमान है. ഹല്ലേലൂയ. हल्लेलुया. വലതുകൈ വീഴ്ത്തി പിടിച്ച് 3 തവണ ഹല്ലേലൂയ പറഞ്ഞേ. दाहिना हाथ उठाकर 3 बार हल्लेलुया बोलेंगे. हल्लेलुया, हल्लेलुया, हल्लेलुया. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യേശു ദൈവമാണ്. അവിടുത്തെ ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? यीशु ईश्वर है, वो इस धरती पर आए, इसका लक्ष्य क्या है? മാനവരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവരെ വിമോചിക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ പിറന്നത്. मानव जाति के पापों को अपने ऊपर लेते हुए हम सबों को छुटकारा देने के लिए यीशु ने इस धरती पर जन्म लिया. റോമാ ലേഖനം 5-ാം അധ്യായത്തില് നാം വായിക്കുന്നു 5:6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. रोमियों के नाम पत्र में अध्याय 5 का वचन 6 से हम इस प्रकार पढ़ते हैं. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. हम निसहाय ही थे जब मसीह निर्धारित समय पर विधर्मियों के लिए मर गए. യേശു മരിച്ചത് പാപികൾക്ക് വേണ്ടിയാണ്. यीशु पापियों के लिए मृत्यु को अस्वीकार किया. യേശു പാപികളുടെ പാപം തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. यीशु ने पापियों के पाप को अपने शरीर पर लेते हुए वे क्रूस पर मर गए. നാം ബലഹീനരായിരിക്കെ
നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. हम निसहाय ही थे जब मसीह निर्धारित समय पर विधर्मियों के लिए मर गए। നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. धार्मिक मनुष्य के लिए शायद ही कोई अपने प्राण अर्पित करे। ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ ആരെങ്കിലും തുനിഞ്ഞു എന്ന് വന്നേക്കാം. फिर भी हो सकता है कि भले मनुष्य के लिए कोई मरने को तैयार हो जाए। എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. किंतु हम पापी ही थे जब मसीह हमारे लिए मर गए थे। നമ്മളെല്ലാവരും പാപികളാണ്. हम सभी पापी हैं। പാപികളായ നമുക്ക് വേണ്ടി നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. हम सब पापियों के लिए हमें मुक्ति देने के लिए यीशु क्रूस पर मृत्यु को अपनाया। അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. इससे ईश्वर ने हमारे प्रति अपने प्रेम का प्रमाण दिया है। ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കപ്പെടുന്നത് ദൈവത്തിന്റെ തിരുമുഖം നമ്മൾ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്. ईश्वर के प्रेम को हम देखते हैं, ईश्वर के चेहरे को हम यीशु के द्वारा देखते हैं। 1 യോഹന്നാൻ 3:1 और യോഹन के नाम पहला पत्र अध्याय 1 का वचन 3। കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. जरा देखिए पिता ईश्वर ने हमारे प्रति कितना महान प्रेम दर्शाया है। പിതാവിന്റെ വലിയ സ്നേഹത്തിന്റെ ആ വെളിപ്പെടുത്തലാണ് ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നത്. पिता के उस महान प्रेम का प्रकटीकरण है कि यीशु ने इस धरती पर जन्म लिया। നമ്മൾ ദൈവത്തെ കാണുന്നത് ക്രിസ്തുവിലൂടെയാണ്. हम ईश्वर को यीशु के द्वारा देखते हैं। ദൈവം നമ്മെ പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു. ईश्वर हमारी ही तरह एक मानव रूप धारण लेकर इस धरती पर जन्म लिए। പാപമൊഴികെ എല്ലാ കാര്യത്തിലും അവൻ നമ്മിൽ ഒരുവനെ പോലെ ആയിരുന്നു. पाप को छोड़ बाकी हर कार्य में वो हमारे ही तरह थे। ദൈവം തന്റെ സ്നേഹം പ്രകടമാക്കിയത് ക്രിസ്തുവിനെ ബലിയായി നമുക്ക് നൽകിക്കൊണ്ടാണ്. ईश्वर ने अपने प्रेम को यीशु को हमें बलिदान के रूप में देते हुए प्रकट किया। നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു പാപ പരിഹാര ബലിയായി തീർന്നു. हमारे पापों के लिए उन्होंने अपने आप को बलिदान चढ़ा दिया। ഹല്ലേലൂയ. हालेलुया। എന്നാൽ 8-ാം വചനം, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. हम पापी ही थे जब मसीह हमारे लिए मर गए थे। അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. इससे ईश्वर ने हमारे प्रति अपने प्रेम का प्रमाण दिया है। ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയെന്ന് തീർച്ചയാണ്. जब हम मसीह के रक्त के कारण धार्मिक माने गए तो हम निश्चय ही मसीह द्वारा ईश्वर के दंड से बच जाएंगे। നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. हम सभी यीशु क्रिस्त के रक्त के द्वारा छुटकारा पाए व्यक्ति हैं। 1 യോഹന്നാൻ 1:7 യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. योहन अध्याय 1 का वचन 7, प्रभु यीशु के रक्त के द्वारा हम सभी पाप से मुक्त हो गए हैं। റോമ 5:10 നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. रोमियो अध्याय 5 वचन 10, हम शत्रु ही थे जब ईश्वर के साथ हमारा मेल उसके पुत्र की मृत्यु द्वारा हो गया था, और उसके साथ मेल हो जाने के बाद उसके पुत्र के जीवन द्वारा निश्चय ही हमारा उद्धार होगा। യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പീഡകൾ സഹിച്ചു. यीशु हमारे पापों के लिए पीड़ाओं को झेले हैं। നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരത്തിന്റെ ബലിയായിട്ട് മാറി. हमारे पापों के लिए वो प्रायश्चित किए हैं। യേശുവിന്റെ രക്തത്താൽ മാനവരാശി മുഴുവൻ രക്ഷിക്കപ്പെടുകയാണ്. यीशु के बहुमूल्य रक्त के द्वारा संपूर्ण मानव जाति को मुक्ति मिली है। വെളിപാട് പുസ്തകം 5:9-10 വചനങ്ങൾ. प्रकाशना ग्रंथ का अध्याय 5 का वचन 10, അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കാനും അതിന് മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിലുള്ളവരെ ദൈവത്തിനുവേണ്ടി വിലയ്ക്ക് വാങ്ങി ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. प्रकाशना ग्रंथ अध्याय 5 वचन 9 से, तू पुस्तक ग्रहण कर उसकी मोहरें खोलने योग्य है, क्योंकि तेरा वध किया गया है। तूने अपना रक्त बहाकर ईश्वर के लिए प्रत्येक वंश, भाषा, प्रजाति और राष्ट्र से मनुष्यों को खरीद लिया।
तूने उन्हें हमारे ईश्वर की दृष्टि में याजकों का राजवंश बना दिया है और वे पृथ्वी पर राज्य करेंगे। അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ തുറക്കാൻ, അതായത് ദൈവിക രഹസ്യങ്ങളുടെ, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ തുറക്കാൻ, വെളിപ്പെടുത്താൻ അവൻ യോഗ്യനാണ്. മുദ്രകൾ തുറക്കാൻ. കാരണം അവൻ വധിക്കപ്പെട്ടു. അവൻ ദൈവപുത്രനായ ക്രിസ്തുവാണ്. उन्होंने एक नया गीत गाया, तू पुस्तक ग्रहण कर उसकी मोहरें खोलने योग्य है क्योंकि तेरा वध किया गया है। അവൻ മുദ്രകൾ തുറക്കാൻ യോഗ്യനാണ്. അവൻ വധിക്കപ്പെടുകയും അവന്റെ രക്തം കൊണ്ട് അവൻ വധിക്കപ്പെട്ടു. യേശു ക്രിസ്തു, അറക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തു വധിക്കപ്പെട്ടു. वो मोहरों को खोलने के लिए योग्य है क्योंकि उसका वध किया गया है। उसने अपना रक्त बहाया है और उसने अपने आप को बलिदान चढ़ाया है। അവന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ജനതകളിലും, എല്ലാ രാജ്യങ്ങളിലുള്ളവരെ അവൻ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. उसने अपना रक्त बहाकर प्रत्येक वंश को, भाषा, प्रजाति और राष्ट्र के सभी मनुष्यों को खरीद लिया है। അവിടെ വചനം പറയുന്നു, യേശു ദൈവത്തിനു വേണ്ടി എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. वचन इस प्रकार कहता है कि यीशु ने अपने रक्त बहाकर सभी मनुष्यों को खरीद लिया। നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. हम सभी मूल्य देकर खरीदे गए हैं। യേശു തന്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭാഷകളിൽ, ജനതകളിലുള്ളവരെ എല്ലാവരെയും, മാനവരാശിയെ മുഴുവൻ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. यीशु ने अपना रक्त बहाकर सभी वंशजों को, सभी भाषा के लोगों को, प्रजातियों को अपना रक्त देकर खरीद लिया है। യേശു എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. यीशु ने सभी को मूल्य देकर खरीद लिया। യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, സ്വർഗമുള്ളൂ, നിത്യജീവനുള്ളൂ. केवल यीशु के द्वारा ही मुक्ति है, स्वर्ग है और मुक्ति प्राप्त करेंगे। യേശു ഇപ്രകാരം പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. यीशु ने इस प्रकार कहा, मैं ही केवल सत्य, मार्ग और जीवन हूँ। യോഹന്നാൻ 14:6. योहन का सुसमाचार 14 का वचन 6। യേശുവാണ് പിതാവിലേക്കുള്ള വഴി. यीशु ही पिता ईश्वर की ओर का मार्ग है। യേശു എന്ന ഒരു വ്യക്തിയിലൂടെ മാത്രമേ ദൈവത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. केवल यीशु नामक व्यक्ति के द्वारा ही हम ईश्वर तक पहुंच सकते हैं। കാരണം യേശുവാണ് മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി രക്തം ചിന്തിയത്. क्योंकि केवल यीशु ने ही मानव जाति के पापों के लिए अपना रक्त बहाया है। അവൻ നീതിമാനായിരുന്നു, അവൻ പരിശുദ്ധനായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു. वो धर्मी था, वो निष्कपट था और निष्कलंक था। അവന്റെ രക്തത്തിന് ശക്തിയുണ്ട്. उसके रक्त में शक्ति है। അവന്റെ രക്തത്തിന് ജീവനുണ്ട്. उसके रक्त में जीवन है। അവന്റെ രക്തം സകല പാപങ്ങളും പോക്കുന്നു. उसका रक्त सभी पापों से हमें मुक्त करता है। യേശുവിന്റെ രക്തം സാത്താന്റെ കോട്ടകളെ തകർക്കുന്നു. यीशु का रक्त शैतान के सभी बंधनों को तोड़ता है। യേശുവിന്റെ രക്തം ദൈവജനത്തെ സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. यीशु का रक्त शैतान की अधीनता से छुटकारा देता അവൻ है। തന്റെ രക്തം കൊടുത്തുകൊണ്ട് എന്നെയും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാ. उसने अपना रक्त बहाकर मुझे और आपको मूल्य देकर खरीदा है। യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതിലൂടെ നമ്മൾ രാജകീയ പുരോഹിത ഗണത്തിലെ അംഗങ്ങളാ. यीशु ने हमें अपना रक्त देकर खरीदा है, इसलिए हम उसके राज्य के लोग हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ രാജാവിന്റെ മക്കളാ. हम सभी राजा के पुत्र पुत्रियां हैं। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ രാജാവിന്റെ മക്കളാണ്, പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്. हम सभी राजा के संतान हैं और पुरोहित गण के सदस्य हैं। നിങ്ങൾ ആരും മോശക്കാരല്ല. हम में से कोई भी बुरा नहीं है। നിങ്ങൾക്ക് ദൈവത്തിന്റെ മുൻപിൽ ഉന്നതമായ ഒരു സ്ഥാനമുണ്ട്. हम सबों को ईश्वर के सामने एक उच्च स्थान है। കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. हाथ उठाकर प्रभु की स्तुति कीजिए। हालेलुया 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 हालेलुया। കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ताली बजाकर स्तुति कीजिए। 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8, 9, 10 വചനങ്ങൾ. संत योहन का पहला पत्र अध्याय 4 का वचन 8 और 9 वचन। സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. जो प्यार नहीं करता वो ईश्वर को नहीं जानता, കാരണം ദൈവം സ്നേഹമാണ്. क्योंकि ईश्वर प्रेम है।
തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ईश्वर हमको प्यार करता है, यह इससे प्रकट हुआ है कि ईश्वर ने अपने इकलौते पुत्र को संसार में भेजा. ദൈവം തന്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു പാപത്തിന് പരിഹാരം ചെയ്യുവാൻ. ईश्वर ने अपने इकलौते पुत्र को इस संसार में भेजा ताकि पापों का प्रायश्चित हो सके. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. अपने एक लौते पुत्र के द्वारा हम जीवन प्राप्त करें, इसलिए उसने अपने पुत्र को അങ്ങനെ संसार में ദൈവത്തിന്റെ भेजा. സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ईश्वर के प्रेम की पहचान इसमें है कि पहले उसके द्वारा ईश्वर की प्रेम की पहचान हुई. ദൈവം സ്നേഹമാണ്. ईश्वर प्रेम है. യേശു സമം സ്നേഹം. यीशु कहा जाए तो वो प्रेम है. യേശു സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. यीशु प्रेम की पूर्णता है. സ്നേഹത്തിന്റെ പരിപൂർണതയാണ് ക്രിസ്തു. प्रेम की परिपूर्णता है यीशु क्रिस्त. ദൈവത്തിന്റെ സ്നേഹം മുഴുവൻ കരുണ മുഴുവൻ ക്രിസ്തുവിലൂടെയാണ് മാനവരാശിക്ക് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ടത്. ईश्वर का संपूर्ण प्रेम अपने ये क्रिस्त के द्वारा ही प्रकट हुआ है. 10-ാം വചനം, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ईश्वर के प्रेम की पहचान इसमें है कि पहले हमने ईश्वर को नहीं बल्कि ईश्वर ने हमको प्यार किया और हमारे पापों के प्रायश्चित के लिए अपने पुत्र को भेजा. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. യേശു പാപ പരിഹാര ബലിയായി തീർന്നു. यीशु पाप प्रायश्चित के बलिदान के रूप में बदल गए. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16, 17, 18 വചനങ്ങൾ. संत योहन का सुसमाचार अध्याय 3 वचन 16, 17, 18. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചു. ईश्वर ने संसार को इतना प्यार किया कि उसने उसके लिए अपने इकलौते पुत्र को अर्पित कर दिया, जिससे जो उसमें विश्वास करता है उसका सर्वनाश ना हो बल्कि अनंत जीवन प्राप्त करे. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരായി പിറന്ന എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. ईश्वर इस धरती पर मानव रूप धारण करने वाले हम में से हर एक को प्रत्येक रूप से प्यार करता है. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ല. യേശു എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. जाति धर्म और रंग रूप में भेदभाव किए बिना ही यीशु सबसे प्यार करता आया है और अब प्यार करता रहेगा. ദൈവം തന്റെ ഏകജാതനായ ക്രിസ്തുവിനെ അയച്ചത് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ്. यीशु ने अपने इकलौते पुत्र को इसलिए इस धरती पर भेजा क्योंकि वो हम में से हर एक से प्यार करता है. 17-ാം വചനം പറയുന്നു, ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. वचन 17 इस प्रकार कहता है, ईश्वर ने अपने पुत्र को संसार में इसलिए नहीं भेजा कि वो संसार को दोषी ठहराए. അവൻ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല. उसने उसे इसलिए भेजा है कि वो संसार को उसके द्वारा मुक्ति प्राप्त करे, दंड ना दे. ആരെയും ശിക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. किसी को भी दंड देने के लिए ईश्वर नहीं चाहता है. പാപിയുടെ മടങ്ങിവരവിന് വേണ്ടി ക്രിസ്തു കാത്തിരിക്കുന്നു. वो एक पापी लौट आने के लिए क्रिस्त इंतजार कर बैठता है. ലോകത്തെ ശിക്ഷിക്കാനല്ല യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്, രക്ഷിക്കാൻ വേണ്ടിയാണ്. संसार को दंड देने के लिए नहीं बल्कि मुक्ति देने के लिए यीशु इस धरती पर आए. മനുഷ്യനെ ശിക്ഷിക്കുക എന്ന ഒരു പദ്ധതി ദൈവത്തിന്റെ മനസ്സിൽ ഇല്ല. ईश्वर के मन में ऐसा विचार ही नहीं है कि वो संसार को दोषी ठहराए. മനുഷ്യരെ രക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് യേശുവിന് ഉള്ളത്. मनुष्यों को मुक्ति प्रदान करना ही ईश्वर के लिए सबसे मुख्य लक्ष्य है. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷിക്കപ്പെടുന്നില്ല. जो पुत्र में विश्वास करते हैं वो दोषी नहीं ठहराया जाता है. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. जो विश्वास नहीं करता वो दोषी ठहराया जा चुका है. ആരാണ് ശിക്ഷിക്കപ്പെടുന്നവർ? किसको दंड मिलता है? യേശുവിനെ പൂർണ്ണമായിട്ട് ആര് തള്ളിക്കളയുന്നുവോ
അവർ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. जो यीशु को पूर्ण रूप से ठुकरा देते हैं सिर्फ उन्हीं को दंड मिलता है. നിന്നോട് കരുണ കാണിക്കുവാൻ, അനുകമ്പ കാണിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ യേശു കാത്തിരിക്കുന്നു. आप पर दया दिखाने के लिए, आपको करुणा देने के लिए यीशु इंतजार कर बैठा ഈ है. വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് ദൈവ കരുണ നമ്മുടെ മേൽ ഒഴുകുകയാണ്. इस वचन को सुनने वाले इन क्षणों में ही आपके ऊपर ईश्वर की करुणा बह रही है. ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഒരിക്കലും അവസാനിക്കുന്നില്ല. ईश्वर की प्रेम और करुणा का कभी भी अंत नहीं होता है. ഹല്ലേലൂയ. हालेलुया. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. हाथ उठाकर ईश्वर की स्तुति करें. हालेलुया 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 हालेलुया. സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. आवाज എല്ലാവരും उठाकर स्तुति സ്തുതിക്കട്ടെ. कीजिए सब मिलकर और जोर से. हालेलुया 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 हालेलुया. यीशु यीशु स्तुति हो, यीशु आराधना हो, स्तुति हो, वंदना हो पिता ईश्वर. हालेलुया 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 हालेलुया. यीशु यीशु കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ताली बजाकर स्तुति कीजिए. ഹല്ലേലൂയ. हालेलुया. യേശുവേ നന്ദി. यीशु को धन्यवाद. യേശു ദൈവമാണ്, അവൻ പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അത് നമ്മൾ കേട്ടു. यीशु ईश्वर है, वो पापियों को मुक्ति देने के लिए आया है, इसको हमने सुना. അടുത്ത പോയിന്റ്, യേശു പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. अगला अंक ये है, यीशु शैतान की सभी शक्तियों को तोड़ने के लिए आया है. 1 യോഹന്നാൻ 3:8. योहन का पहला पत्र अध्याय 1 का वचन 8. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെട്ടത്. शैतान की शक्तियों को पूर्ण रूप से भगाने के लिए यीशु धरती पर आए. പിശാചിനെയും അവന്റെ ശക്തിയെയും പൂർണ്ണമായിട്ട് കാൽവരി കുരിശിൽ യേശു തകർത്തു. यीशु ने कलवारी क्रूस पर शैतान को और उसकी शक्तियों को पूर्ण रूप से तोड़ डाला. സാത്താന് ദൈവമക്കളുടെ മേൽ അധികാരമില്ല, അവകാശമില്ല. शैतान को ईश्वर के बच्चों पर कोई अधिकार नहीं है. ദൈവമക്കളെ കീഴ്പ്പെടുത്തുവാൻ സാത്താന് ദൈവം അധികാരം കൊടുത്തിട്ടില്ല. ईश्वर के बच्चों को अपने अधीन करने के लिए ईश्वर ने शैतान को अधिकार नहीं दिया है. കൊളോസോസ് 2:14-15. कोलोसियों के नाम पत्र अध्याय 2 का वचन 14 और 15. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയും, അവയെ കുരിശ് തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. उसने नियमों का वह बंद पत्र जो हमारे विरुद्ध था रद्द कर दिया और उसे क्रूस पर ठोक कर उठा दिया है. നമുക്ക് ദോഷകരമായി നിന്ന എല്ലാ മാനുഷിക നിയമങ്ങളെയും കർത്താവ് കുരിശിൽ നീക്കിക്കളഞ്ഞു. जो हमारे लिए अच्छा नहीं था उन सभी नियमों का बंद पत्र यीशु ने क्रूस पर चढ़ा दिया. 15-ാം വചനം പറയുന്നു, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. ഈ ആധിപത്യങ്ങൾ, അധികാരം എന്ന് പറയുന്നത് സാത്താന്യ ശക്തിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. 15वां वचन, उसने विश्व के प्रत्येक आधिपत्य और अधिकार को अबदस्त किया. ये आधिपत्य और अधिकार कहा जाए तो शैतान की शक्तियों को सूचित करता है. സാത്താന്റെ ആധിപത്യത്തെ, അധികാരങ്ങളെ അവൻ നിരായുധമാക്കി തകർത്തു കളഞ്ഞു. शैतान के आधिपत्य और अधिकार को उसने पूर्ण रूप से अबदस्त कर दिया. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. संसार की दृष्टि में उनको नीचा दिखाया और क्रूस के द्वारा उन्हें पराजित कर दिया है. കുരിശിൽ ക്രിസ്തു വിജയം ആഘോഷിച്ചു. क्रूस पर क्रिस्त ने अपना विजय की घोषणा की. കുരിശിലെ ക്രിസ്തുവിന്റെ മരണം വിജയ ആഘോഷമായിരുന്നു. क्रूस पर यीशु का मरण जो है एक विजय की कथा थी. പാപത്തിന്റെ മേൽ, സാത്താന്റെ മേൽ, മരണത്തിന്റെ മേൽ ക്രിസ്തു വിജയം ആഘോഷിച്ചു. पाप पर, शैतान पर यीशु ने अपने जीत की घोषणा की. എഫേസോസ് ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, एफेसियों के नाम पत्र में हम इस प्रकार पढ़ते हैं. 6:12. अध्याय 6 का वचन എന്തെന്നാൽ 12. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്.
क्योंकि हमें निरे मनुष्यों से नहीं बल्कि इस अंधकारमय संसार के अधिपतियों, अधिकारियों तथा शासकों और आकाश के दुष्ट आत्माओं से संघर्ष करना पड़ता है। ഹല്ലേലൂയ. हालेलुया। അവിടെ പറയുന്നു ആധിപത്യങ്ങള്, പ്രഭുത്വങ്ങള്, സ്വർഗീയ ഇടങ്ങളെ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് പടപെട്ടത്. ഇതെല്ലാം സാത്താനെയും അവന്റെ ആധിപത്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. वचन इस प्रकार कहता है कि अंधकार में संसार के अधिपतियों, अधिकारियों तथा शासकों और आकाश के दुष्ट आत्माओं से संघर्ष करना पड़ता है। ये सब शैतान को सूचित करता है। ഹല്ലേലൂയ. हालेलुया। പൂർണ്ണമായിട്ടും സാത്താനെയും അവന്റെ സകല ശക്തികളെയും യേശു ക്രിസ്തു പരാജയപ്പെടുത്തി തകർത്തു. पूर्ण रूप से कहा जाए तो यीशु ने शैतान के सभी अधिकार को, उसके अधिपतियों को सब नष्ट कर दिया। ലൂക്കാ സുവിശേഷം 4-ാം അധ്യായം संत लूकस का सुसमाचार अध्याय 4 31 മുതൽ 36 വരെ വചനങ്ങൾ. वचन 31 से 36 तक। പിന്നെ അവൻ ഗലീലായിലെ പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. वे गलीलिया के कफरनाहुम नगर आए और विश्राम के दिन लोगों को शिक्षा दिया करते थे। യേശു ഒരു സാബത്തില് അവിടെ കഫർനാമിലെ ഒരു സിനഗോഗില് പഠിപ്പിക്കുകയാണ് ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും. यीशु विश्राम के एक दिन कफरनाम नगर के एक मंदिर में बैठकर अपनी शिक्षा दे रहे थे। അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി. लोग उनकी शिक्षा सुनकर अचंभे में पड़ जाते थे, കാരണം അധികാരത്തോട് കൂടിയതായിരുന്നു അവന്റെ വചനം. क्योंकि वे अधिकार के साथ बोलते थे। കർത്താവായ യേശുവിന്റെ വചനത്തിന്റെ പ്രത്യേകതയാണ് അധികാരത്തോട് കൂടിയ വചനം. प्रभु के वचन की एक विशेषता यह है कि वो अधिकार के साथ के वचन है। അവന്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന വചനത്തിന് അധികാരമുണ്ടായിരുന്നു. उसके मुख से निकलने वाले हर एक वचन का एक अधिकार था। വചനത്തിൽ അധികാരമുള്ളതുകൊണ്ട് അതേപടി തന്നെ വചനം സംഭവിക്കുകയാണ്. वचन पर अधिकार है, इसलिए जो वो वचन कहते हैं उसी के अनुसार घटित होता है। യേശു പറയുന്ന വചനത്തിൽ യേശുവിന്റെ അധികാരവും ചലിക്കുകയാണ്. यीशु के कहने वाले वचन में यीशु का अधिकार भी कार्य करता है। അതാണ് യേശുവിന്റെ വചനത്തിന്റെ പ്രത്യേകത. और यही है यीशु के वचन की विशेषता। ഹല്ലേലൂയ. हालेलुया। അവന്റെ വചനത്തിൽ അവന്റെ അധികാരമുണ്ടായിരുന്നു. उसके वचन में उसका अधिकार है। അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവരുണ്ടായിരുന്നു. അതായത് പിശാച് ബാധിച്ച ഒരു വ്യക്തി ആ സിനഗോഗിൽ ഇരിപ്പുണ്ടായിരുന്നു. सभागृह में एक मनुष्य था जो अशुद्ध आत्मा के वश में था। അവൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? वो ऊंचे स्वर से चिल्ला उठा, ईसा नासरी, हमसे आपको क्या? അതായത് ഈ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്തിനാണ് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? तो ये व्यक्ति इस प्रकार सवाल करता है कि आप हमारे कार्य में क्यों दखल दे रहे हैं? ഒരു വ്യക്തി എണീറ്റ് നിന്ന് ചോദിക്കേണ്ടത് ഇങ്ങനെയാണ്, നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? एक व्यक्ति उठकर खड़े होकर इस प्रकार बोलना चाहिए कि आप मेरे कार्य में क्यों दखल दे रहे हैं? ഇവിടെ പറഞ്ഞിരിക്കുന്നു, നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? लेकिन यहाँ पर वचन कहता है कि आप हमारे कार्य में क्यों दखल दे रहे हैं? ഖമാരെ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. हमारा कहा जाए तो वो बहुवचन है। അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന അർത്ഥം. हमारा कहा जाए तो एक से ज्यादा लोग उसमें शामिल हैं। പിശാച് ബാധിച്ച ഈ യുവാവ് പറയുകയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ ഇടപെടുന്നത്? അടുത്ത വചനം പറയുന്നു, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? तो इस प्रकार ये अवधूत ग्रस्त व्यक्ति कहता है कि हमसे आपको क्या आप हमारा सर्वनाश करने आए हैं? നീ എന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? हमसे आपको क्या? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നത്? क्या आप हमारा सर्वनाश करने आए हैं? അപ്പോൾ ആ ചെറുപ്പക്കാരനായ വ്യക്തിയിൽ ഒരു പിശാചുകളുടെ കൂട്ടം തന്നെ ആവസിച്ചിട്ടുണ്ടായിരുന്നു. तो इस मनुष्य में हम देख सकते हैं एक झुंड शैतान की आत्माएं उसके अंदर थी। നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ ആ യുവാവ് പറയുക. वो व्यक्ति इस प्रकार कहता है, मैं जानता हूं कि आप कौन हैं। യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടു പോകുക, പിശാച് ഒരു ഉപദ്രവം വരുത്താതെ
എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. ईश्वर के भेजे हुए परम पावन पुरुष ईसा ने यह कहते हुए उसे डांटा, चुप रह, इस मनुष्य से बाहर निकल जा। अब दूत ने सबके देखते देखते उस मनुष्य को भूमि पर पटक दिया और उसकी कोई हानि किए बिना वो उससे बाहर निकल गया। ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. അവിടെ 33-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. वचन 33 इस प्रकार कहता है, सभागृह में एक मनुष्य था जो अशुद्ध आत्मा के वश में था, वह ऊंचे स्वर से चिल्ला उठा। അതായത് യേശു അധികാരത്തോടു കൂടി വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ പിശാച് ബാധിച്ച ഈ മകൻ നിലവിളിക്കുവാൻ തുടങ്ങി. जब यीशु ने अपने अधिकार पूर्ण शब्दों के साथ वचन की घोषणा करना शुरू किया, तभी ये अबदूत ग्रस्त मनुष्य चिल्ला उठा। ഞാൻ ഓർക്കുന്നു, ഒരിക്കല് നമ്മുടെ ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു അമ്മയും അപ്പനും കൂടി 18 വയസ്സോളം പ്രായമുള്ള ഒരു പെണ്ണിനെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. मैं याद करता हूँ, जब एक साधना चल रही थी तो एक माता पिता अपने 18 साल की एक लड़की को लेकर आए थे। അവൾക്ക് അപസ്മാര രോഗമാണ്. उसको मिर्गी की बीमारी थी। ഞാൻ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैंने उसके सिर पर हाथ रखकर प्रार्थना करना शुरू किया। പെട്ടെന്ന് അവളുടെ ശൈലി മാറി. अचानक ही उसका ढंग बदल गया। അവള് അലറി വിളിക്കാൻ തുടങ്ങി. वो एकदम चिल्लाने लगी। അവള് ഇപ്രകാരം വിളിച്ചു പറയുകയാണ്, ഞാൻ ഇവളെ വിട്ടുപോകത്തില്ല. वो इस प्रकार बोलने लगी, मैं इसे छोड़कर नहीं जाऊंगा। ഞാൻ 16 വർഷമായിട്ട് ഇവളുടെ കൂടെയുണ്ട്, ഞാൻ ഇവളെ വിട്ടുപോകത്തില്ല. मैं पिछले 16 साल से इसके साथ हूँ, मैं इसे छोड़कर नहीं जाऊंगा। ഇവള് അലറുകയാണ്. ये ऐसे चिल्ला रही है। ഞാൻ അവൾക്ക് വേണ്ടി അവളുടെ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു. मैंने उसके लिए उसके उस शैतान को बंधित कर प्रार्थना किया। അവൾ പറയുകയാണ്, ഞാൻ വിട്ടുപോകത്തില്ല. वो इस प्रकार कह रही है, मैं नहीं छोड़कर जाऊंगा, नहीं जाऊंगी। അവസാനം യേശുവിന്റെ ആ ശക്തിയിൽ അവളെ പിശാച് വിട്ടുപോയി. और अंत में यीशु की शक्ति के द्वारा वो शैतान उसे छोड़कर गया। അവൾ ഇപ്രകാരം പറയുകയാണ്, 16 വർഷമായിട്ട് ഞാൻ ഇവളുടെ കൂടെ കൂടിയതാ. वो इस प्रकार कहते हैं कि मैं पिछले 16 साल से इसके साथ हूँ। അതായത് ഈ പെൺകുട്ടി ഇവള് അവരുടെ എവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, ആ പുഴയിൽ ഒരു പ്രാവശ്യം ഇറങ്ങി മുങ്ങിക്കുളിച്ചപ്പോൾ വെള്ളത്തിൽ താണതാ. तो ये लड़की जो है, उनके पास में एक नदी बहती है, उस नदी में ऐसे डूब गई थी। उस डूबने से वो बचकर बाहर आई है। അവിടെ ഒരു സ്ത്രീ ആ പുഴയിൽ ആ ഭാഗത്ത് മുങ്ങി മരിച്ചതായിരുന്നു. उस नदी में जो है एक स्त्री इस प्रकार से डूबकर मर गई थी। ഇവള് പറയുന്നു, ആ സ്ത്രീയാണ് ഞാൻ ഇവളെ വിട്ടുപോകത്തില്ല. और वो इस प्रकार कहती है कि मैं वो स्त्री हूँ, मैं इसे छोड़कर नहीं जाऊंगी। 16 വർഷം മുമ്പ് മരിച്ച ഒരു സ്ത്രീയുടെ ഒരു രീതിയൊക്കെയാണ് ഇവള് കാണിക്കുന്നത്. 16 साल पहले जो वो स्त्री मर गई थी, उसका एक ढंग शैली ये दिखा रही है। അവൾ ഈ പ്രവർത്തിക്കുന്ന പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചു. അവൾ അലറി നിലവിളിച്ച് താഴെ വീണു. उसके अंदर में निवास करने वाले उस शैतान को बंधित करते हुए प्रार्थना किया और वो लड़की वहां नीचे गिर गई। കുറെ സമയം അവൾ അവിടെ കിടന്നു. बहुत देर तक वो वहां पड़ी रही അതിനുശേഷം അവൾ എണീറ്റു. और उसके बाद वो वहां से उठ गई। അവളോട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞതോ പറഞ്ഞതോ ഒന്നും അവൾക്ക് അറിയത്തില്ല. उससे बात करने पर जो कुछ बीत गया है, जो कुछ हुआ, वो उसे कुछ याद नहीं। അവള് 16 വർഷമായിട്ട് അനുഭവിക്കുന്ന എപ്പിലെപ്സി എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. पिछले 16 साल से वो झेलने वाले मिर्गी की बीमारी से उसे चंगाई मिली। ആ രോഗത്തിന്റെ ആ ആത്മാവ് അവളെ വിട്ടുപോയപ്പോൾ അവൾ സൗഖ്യം പ്രാപിക്കുക. इस बीमारी की ये दुष्ट आत्मा जब उसे छोड़कर गया तो उसे चंगाई मिली। നമ്മൾ തിരിച്ചറിയ പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. हम इस बात को पहचाने कि शैतान एक सच्चाई है, പക്ഷെ ദൈവത്തിന്റെ മക്കളെ തോൽപ്പിക്കുവാനോ തകർക്കുവാനോ പിശാചിന് സാധ്യമല്ല. लेकिन ईश्वर के संतानों को हराना शैतान के लिए संभव नहीं। യേശു വന്നത് പിശാചിനെയും അവന്റെ ശക്തിയെയും തകർക്കാൻ വേണ്ടിയാ. यीशु इस धरती पर आए शैतान के अधिकार और शक्ति का नाश करने के लिए। റോമ 16:20 रोमियो के नाम पत्र अध्याय 16 वचन 20। സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. शांति का ईश्वर तुरंत ही आपके पैरों तले शैतान को कुचल देगा। ലൂക്ക 10:19 लूकस का सुसमाचार अध्याय 10 പാമ്പുകളുടെ वचन। മേലും തേളുകളുടെ മേലും
ശത്രുവിന്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കുവാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. मैंने तुम्हें सांपों, बिच्छुओं और बैरी की सारी शक्ति को कुचलने का सामर्थ्य दिया है, कुछ भी तुम्हें हानि नहीं पहुंचा सकेगा। യേശുനാമത്തിൽ സാത്താന്റെ മേലും അവന്റെ ശക്തിയുടെ മേലും ചവിട്ടി നടക്കുവാൻ നിനക്ക് യേശു അധികാരം തന്നിട്ടുണ്ട്. यीशु के नाम पर शैतान और उसके सभी शक्तियों को कुचल कर चलने का अधिकार यीशु ने आपको दिया है। നിങ്ങൾ ഓരോരുത്തരും രാജകീയ പുരോഹിത ഗണത്തിലെ അംഗങ്ങളാണ്. आप सभी राज्य के पुरोहित गण के सदस्य हैं। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। സാത്താനെയും അവന്റെ കോട്ടകളെയും ഇടിക്കുവാൻ ദൈവത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് നിറയാം. शैतान और शैतान की शक्तियों को परास्त करने के लिए हम ईश्वर की शक्ति से भर जाएं। മർക്കോസ് 3:27 संत मरकुस का सुसमाचार अध्याय 3 का वचन 27। ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ കയറി കവർച്ച ചെയ്യുവാൻ ആദ്യം അവനെ ബന്ധിക്കണം. कोई किसी बलवान के घर में घुसकर उसका सामान तब तक नहीं लूट सकता जब तक कि वह उस बलवान को ना बांध ले। സാത്താനെയും അവന്റെ ശക്തികളെയും തോൽപ്പിക്കാനുള്ള അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ പകരുകയാണ്. शैतान और उसकी शक्तियों को परास्त करने की शक्ति ईश्वर हमें दे रहा है। പിശാച് ആദ്യം മുതലേ നുണയനും നുണയുടെ പിതാവുമാണ്. शैतान पहले से ही झूठा है और झूठ का पिता है। അവൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കുവാനും. वो मारने और सब कुछ नष्ट करने के लिए आता है। നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നാശം വിതയ്ക്കുവാൻ പിശാച് അലറുന്ന സിംഹത്തെ പോലെ നടക്കുകയാണ്. हमारे जीवन में पूर्ण रूप से विनाश फैलाने के लिए वो भटक रहा है। ദൈവത്തിന്റെ മക്കളെ തകർക്കുവാൻ ഒരു സാത്താന്യ ശക്തികൾക്കും സാധ്യമല്ല. लेकिन ईश्वर के संतान का विनाश करने के लिए कोई भी शैतानिक शक्तियों में इतनी शक्ति नहीं। യേശു സാത്താന്റെ മേൽ പൂർണ്ണമായിട്ട് വിജയം എടുത്തു കഴിഞ്ഞിരിക്കുന്നു. यीशु ने शैतान पर पूर्ण रूप से अपनी शक्ति स्थापित की है। മത്തായി 12:28 संत मत्ती का सुसमाचार अध्याय 12:28। യേശു ഇപ്രകാരം പറഞ്ഞു, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം ഞങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. यीशु इस प्रकार कहते हैं, यदि मैं ईश्वर की शक्ति से शैतान को बाहर करता हूँ तो ये जान लो कि स्वर्ग राज्य आपके बीच है। ദൈവാത്മാവിന്റെ ശക്തി പ്രവാഹത്തിൽ എല്ലാ പൈശാചിക ശക്തികളും വിട്ടുപോകും. ईश्वर की आत्मा की शक्ति के निवास होने पर सभी शैतानिक शक्तियां भाग जाएंगी। ലൂക്ക 11:20 संत लूकस का सुसमाचार अध्याय 11 वचन ദൈവകരം 20। കൊണ്ടാണ് ഞാൻ പിശാചിനെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ईश्वर के हाथ द्वारा मैं शैतान को बाहर करता हूँ तो स्वर्ग राज्य आपके बीच में है। ദൈവകരം എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ईश्वर का हाथ कहा जाए तो ईश्वर की आत्मा को वो दर्शाता है। ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ സകല തിന്മയുടെ സ്വാധീനങ്ങളും നമ്മളെ വിട്ടുമാറും. ईश्वर की शक्ति हम पर उतर आने पर सभी शैतानिक शक्तियां हमें छोड़ जाएंगी। മത്തായി 4:10 യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോകുക. संत मत्ती का सुसमाचार अध्याय 4 वचन 10। ईसा ने इस प्रकार उत्तर दिया, हट जा शैतान। മത്തായി 18:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും ഉള്ളവനായ യേശു തന്റെ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുക. संत मत्ती का सुसमाचार अध्याय 18 वचन 18 में सर्वाधिकार रखने वाला यीशु अपने शिष्यों को अधिकार देता है। നിങ്ങൾ വിശ്വാസികൾ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. तुम लोग कहाँ जाए तो आप विश्वासी गण पृथ्वी पर जिसका निषेध करोगे स्वर्ग में भी उसका निषेध रहेगा। മർക്കോസ് 16:17 संत मार्कुस का सुसमाचार अध्याय 16 वचन 17। എന്നിൽ വിശ്വസിക്കുന്നവൻ എന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും. वचन इस प्रकार कहता है, जो मुझ पर विश्वास करता है वो मेरे नाम पर रोगियों को चंगा करेगा। കരമടിച്ചു കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ताली बजाकर ईश्वर की स्तुति कीजिए। हालेलुया, 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 എല്ലാവരും हालेलुया। ഒന്ന് പ്ലീസ് സ്റ്റാൻഡ്. जरा खड़े हो जाएंगे। എല്ലാവരും കരങ്ങൾ ദൈവസന്നിധിക്ക് ഉയർത്തുക. ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്, दोनों हाथ उठा ले। ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് എല്ലാവരും വാകളെ തുറന്ന് ശക്തമായിട്ട് യേശു നാമത്തെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. सब मुंह खोल कर जरा शक्ति से प्रभु की स्तुति कीजिए। सब मिलकर जोर से
दोनों हाथ अच्छे से उठाकर हालेलुया 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 यीशु यीशु हालेलुया 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 എല്ലാവരും സ്തുതിക്കട്ടെ, സ്വരമുയർത്തി ഹല്ലേലൂയ. ശാലാലാലേ യേശുവേ, ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ലിഫ്റ്റ് അപ്പ് യുവർ വോയിസ്. സ്വരമുയർത്തി आवाज उठाकर स्तुति कीजिए और आवाज उठाइए हालेलुया हालेलुया और आवाज उठाकर हालेलुया 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 हालेलुया. पूरी शक्ति से पूरी आवाज उठाकर स्तुति कीजिए. आंख बंद कर कर दोनों हाथ उठाकर स्तुति करें और जोर से सर्वशक्ति से. हालेलुया 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 हालेलुया. എല്ലാവരും കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. ताली बजाकर स्तुति कीजिए. शक्ति से ताली बजाइए. जान नहीं है, नाश्ता नहीं ചേർന്ന് किया. ഒരു പാട്ട് പാടാം. हम मिलकर गीत गाएंगे. ताली बजाएं दोनों तरफ. जरा शरीर हिलाते हुए दोनों तरफ ताली बजाएंगे, दाएं बाएं. हमने शांति पाई है यीशु के नाम से, गाइए. हमने पाई है क्षमा मुक्ति श्राप से, हमने शांति पाई है यीशु के नाम से, हमने पाई है क्षमा मुक्ति श्राप से. तो गाओ हालेलुया. हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया. अच्छे से दोनों तो तरफ गाओ हालेलुया, मुस्कुराते तो हुए. गाओ हालेलुया, तो गाओ हालेलुया. ताली बजाएं दोनों तरफ. एक दूसरे को देखकर जरा मुस्कुराइए. एक दूसरे को देखकर मुस्कुराते हुए दोनों तरफ ताली बजाकर. अब हम ना डरे, जान नहीं है ताली बजाने में. शक्ति से दोनों तरफ. शैतान से हम लड़ेंगे यीशु के नाम से, शैतान से हम लड़ेंगे. अब हम ना डरेंगे, ना डरेंगे. यीशु जो साथ है. एक और बार. शैतान से हम लड़ेंगे यीशु के नाम से. तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया. क्या गाना है? गाओ हालेलुया, तो गाओ हालेलुया. गाइए हालेलुया. तो गाओ हालेलुया, तो गाओ हालेलुया. शक्ति से. तो गाओ हालेलुया, तेजी तो से. गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया. झूमते हुए तो गाओ हालेलुया, ताली तो बजाकर. गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया. शालोम शांति और सलाम लाए हैं आपके नाम. ताली बजाएं शालोम शक्ति से. शांति और सलाम हे यीशु का पैगाम. शालोम शांति और सलाम
लाए आपके नाम, शालोम शांति और सलाम, है यीशु का पैगाम। तो गाओ हालेलुया, तो गाओ हालेलुया, दोनों हाथ लहरा कर अच्छे से। तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, तो गाओ हालेलुया, शैतान को भगाना है तो उतने शक्ति से। तो गाओ हालेलुया। ഇരിക്കാം. बैठ जाएं। നമ്മൾ ഈ ക്ലാസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളതാണ്. हम ये सुन रहे थे कि हम इस धरती पर यीशु क्यों आए हैं। ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. हम एक अगले मुख्य बात पर आ रहे हैं। ഗലാത്യ 3:13-14 വചനങ്ങൾ. गलातियों के नाम पत्र में ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിൽ ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. ഗലാത്യ 3:13-14. गलातियों के नाम पत्र में अध्याय 3 का वचन 13 और 14। मसीह हमारे लिए शापित बने और इस तरह उन्होंने हमको संहिता के अभिशाप से मुक्त किया, क्योंकि लिखा है, जो काट पर लटकाया जाता है वह शापित है। यह इसलिए हुआ कि ईसा मसीह के द्वारा इब्राहिम का आशीर्वाद गैर यहूदियों को भी प्राप्त हो और हमें विश्वास द्वारा वो आत्मा मिले जिसकी प्रतिज्ञा की गई थी। ക്രിസ്തു നമ്മുടെ മേലുള്ള എല്ലാ ശാപങ്ങളും കുരിശിൽ ഏറ്റെടുത്തു. क्रिस्त ने हम पर जो शाप थे वो पूर्ण रूप से अपने ऊपर ले लिया। എല്ലാ ശാപത്തിൽ നിന്നും ക്രിസ്തു നമ്മെ വിടുവിച്ചു. सभी शापों से यीशु ने हमें मुक्त किया। ശാപം ഉണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. कुछ लोग पूछते हैं कि क्या शाप है। വിശുദ്ധ ബൈബിളില് അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഉദാഹരണങ്ങളുണ്ട്. पवित्र बाइबल में इससे जुड़े हुए कई उदाहरण हैं। ഒരു ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. एक भाग में ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം. യോശുവ नबी का ग्रंथ अध्याय 6। ജോഷുവയുടെ നേതൃത്വത്തിൽ ദൈവത്തിന്റെ ജനം ജെറീക്കോയുടെ ചുറ്റും നടന്ന് ദൈവത്തെ സ്തുതിച്ചു. 6-ാമത്തെ ദിവസം ശക്തമായ സ്തുതിപ്പിൽ ജെറീക്കോ കോട്ട തകർന്നു വീണു. योशुआ के नेतृत्व में इस्राएली लोगों ने यरीको नगर की परिक्रमा की और 6वें दिन वहां का किला टूट गिरा। ജെറീക്കോ അവര് പിടിച്ചെടുത്തു. यरीको नगरी उन्होंने अपने हाथ में ले लिया। ജോഷുവയുടെ പുസ്തകം 6:26. योशुआ नबी का ग्रंथ अध्याय 6 का वचन 26। ജെറീക്കോ പട്ടണം പിടിച്ചെടുത്തതിന് ശേഷം ജോഷുവ ഇപ്രകാരം പറഞ്ഞു. यरीको नगर अपने हाथ में लेने के बाद योशुआ ने इस प्रकार कहा। ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്ത് പറഞ്ഞു, ജെറീക്കോ പുതുക്കിപ്പണിയാൻ തുനിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവന്റെ അടിസ്ഥാനമിടാൻ ഒരുപെടുന്നവന് അവന്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നതിന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും. जो इस यरीको नगर का पुनर्निर्माण करने का साहस करेगा वह प्रभु की दृष्टि में अभिशप्त होगा। वह अपने पहलौटे के जीवन की कीमत पर उसकी नींव डालेगा और अपने कनिष्ठ पुत्र के जीवन की कीमत पर उसमें फाटक लगाएगा। ദൈവ പുരുഷനായ ദൈവമനുഷ്യനായ ജോഷുവ അവിടെ ഒരു ശാപത്തിന്റെ വാക്ക് പറയുക. ईश्वर का नबी योशुआ वहां पर शाप के वचन कहता है। ജെറീക്കോ പുതുക്കിപ്പണിയുന്നവൻ ശപിക്കപ്പെട്ടവൻ. यरीको नगर का पुनर्निर्माण करने का साहस करने वाला व्यक्ति अभिशप्त होगा। ജെറീക്കോയുടെ അടിസ്ഥാനമിടുമ്പോൾ മൂത്ത മകൻ മരിക്കും. जो यरीको नगर की नींव डालेगा उसका पहलौटा पुत्र मर जाएगा। കവാടങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ഇളയ മകനും നഷ്ടപ്പെടും. जो फाटक लगाने की कोशिश करेगा उसका कनिष्ठ पुत्र भी मर जाएगा। ഹല്ലേലൂയ. हालेलुया। ജോഷുവയുടെ കാലശേഷം 800 വർഷം കഴിഞ്ഞ് ഇത് ഈ ശാപത്തിന്റെ വചനം അതേപടി പൂർത്തിയായി. योशुआ के मृत्यु के 800 साल बाद ये शाप इस प्रकार ही घटित हुआ। 1 രാജാക്കന്മാർ 16:34.
राजाओं का पहला ग्रंथ अध्याय 16 वचन 36। 16:34 അവന്റെ കാലത്ത് ബേതേലിലെ ഹിയേൽ ജെറിക്കോ പണിയിച്ചു. ഹിയേൽ രാജാവ് ജെറിക്കോ കോട്ട പണിയിച്ചു. अध्याय 16 का वचन 34। बेतेल के हियाल ने उसके राज्यकाल में यरीको का पुनर्निर्माण किया। നൂനിന്റെ മകൻ ജോഷുവ വഴി കർത്താവ് അടിച്ചതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന്റെ മൂത്ത മകൻ അബീറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും അവന് നഷ്ടപ്പെട്ടു. उसने अपने पहलौटे पुत्र अबीराम की कीमत पर उसकी नींव डाली और अपने सबसे छोटे पुत्र सबूब की कीमत पर फाटक लगवाए। यह नून के पुत्र योशुआ द्वारा प्रभु के कथन के अनुसार हुआ। ജോഷുവ തന്റെ അധരങ്ങളിലൂടെ പറഞ്ഞ ആ ശാപത്തിന്റെ വാക്ക് അടിസ്ഥാനം ഇടുമ്പോൾ മൂത്ത മകൻ കവാടം വയ്ക്കുമ്പോൾ ഇളയമകൻ മരിക്കും എന്ന് പറഞ്ഞ ആ ശാപത്തിന്റെ വചനം അതേപടി നിറവേറി. योशुआ के द्वारा कहा गया वो वचन कि जब वो उसकी नींव डालेगा तो उसका सबसे बड़ा पुत्र, और जब उसकी फाटक लगवाएंगे तो कनिष्ठ पुत्र की मृत्यु होगी कहा था, वो उसी प्रकार यहाँ पर घटित हुआ। ജോഷുവയുടെ കാലശേഷം അനേക വർഷങ്ങൾ കഴിഞ്ഞാണ് അത് സംഭവിക്കുന്നത്. योशुआ के मृत्यु के अनेक साल बाद यह घटित हुआ। അപ്പോൾ ശാപം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. तो शाप कहा जाए तो ये एक सच्चाई है, അതുകൊണ്ടാണല്ലോ ക്രിസ്തു ശാപം ഏറ്റെടുത്തുവെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. और इसी कारण वचन इस प्रकार कहता है कि क्रिस्त ने अपने ऊपर शाप ले लिया। മർക്കോസ് 13:1-2 संत मरकुस का सुसमाचार अध्याय 13 का 1 और 2 वचन। യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഗുരു നോക്കൂ, എത്ര വലിയ കല്ലുകൾ, എത്ര വിസ്മയകരമായ സൗധങ്ങൾ. അവൻ പറഞ്ഞു, ഈ മഹാസൗധങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. ईसा मंदिर से निकल रहे थे कि उनके शिष्यों में एक ने उनसे कहा, गुरुवर देखिए ये बड़े बड़े पत्थर, ये बड़ी बड़ी इमारतें। ईसा ने उसे उत्तर दिया, तुम ये बड़ी बड़ी इमारतें देख रहे हो ना, यहाँ एक पत्थर पर दूसरा पत्थर पड़ा नहीं रहेगा, सब ढा दिया जाएगा। യേശു ജെറുസലേം ദേവാലയത്തെ നോക്കി പറയുക, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും. AD 70 ബാബിലോൺ ഇവിടെ കടന്നാക്രമണത്തിൽ ജെറുസലേം ദേവാലയം മുഴുവൻ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്തു. ഇന്നവിടെ ഒരു വീപ്പിംഗ് ബോൾ, ഒരു വിലാപത്തിന്റെ മതിൽ മാത്രമേ അവിടെയുള്ളൂ. ആ ദേവാലയം മൊത്തം തകർക്കപ്പെട്ടു. ईसा के इस कथन के अनुसार AD 17 में बेबीलोन के आक्रमण के समय यरूशलेम का मंदिर पूर्ण रूप से ढा दिया गया, और अभी वहां पर सिर्फ एक दीवार ही बची है जिसे वो विलाप की दीवार कहते हैं। ആ ദേവാലയത്തിന് ഒരു മതിൽ മാത്രമേ ഉള്ളൂ. ദേവാലയം തകർന്നു കിടക്കുന്നു. ഇന്ന് വരെ പണിയുവാൻ യഹൂദന്മാർക്ക് സാധിച്ചിട്ടില്ല. यरूशलेम मंदिर जो है अभी भी उधर ऐसे ही टूटा पड़ा है, अभी तक यहूदीगण उसका पुनः निर्माण नहीं कर पाए हैं। യേശു അത്തിമരത്തെ നോക്കി പറഞ്ഞു, നിന്നിൽ നിന്ന് ഇനി ഫലമുണ്ടാകാതിരിക്കട്ടെ. പിറ്റേ ദിവസം കാണുന്നു അത്തിമരം ഉണങ്ങി നിൽക്കുകയാണ്. यीशु ने उस पेड़ के ओर देखते हुए कहा कि इसमें फल नहीं है, ये सूख जाएगा, और अगले दिन देखा तो वो पूर्ण रूप से सूख गया था। ഹല്ലേലൂയ. हालेलुया। ഇത് വാക്കുകളിലൂടെ കടന്നു വരുന്ന ഒരു ശാപത്തിന്റെ മേഖലയാണ്. ये जो है शब्दों के द्वारा आने वाला एक शाप का क्षेत्र है। ഹല്ലേലൂയ. हालेलुया। അത് നമ്മുടെ മേല് നമ്മുടെ മാതാപിതാക്കളിലൂടെയോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിലൂടെയോ അല്ലെ അഭിഷേകത്തിലൂടെയോ ഏതെങ്കിലും ശാപത്തിന്റെ വാക്ക് നമ്മുടെ മേൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമുക്ക് വിടുതൽ നൽകും. ये शायद हमारे माता पिता के द्वारा या अन्य बुजुर्गों के द्वारा या कभी शायद पुरोहितों के द्वारा सब यदि हमारे ज़िंदगी में आया है, तो यदि हम पाप की क्षमा मांगते हुए प्रायश्चित कर प्रार्थना करेंगे तो उससे हमें छुटकारा मिलेगा। പിന്നെ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ ശാപത്തിന്റെ ചങ്ങലകൾ തകർക്കപ്പെടണം. यदि अनुग्रह हमें उतराना है तो शाप की जंजीरें टूटना है। അന്യദൈവ ആരാധന, अन्य देवी देवताओं की आराधना, കൊലപാതകം, हत्या करना, വ്യഭിചാരം, व्यभिचार करना, പാവപ്പെട്ടവരെ പീഡിപ്പിക്കുക, गरीबों को पीड़ाएं देना, ദരിദ്രരെ കണ്ണുനീര് വീഴ്ത്തുക, गरीबों के आंसू निकलना, വേലക്കാരന് കൂലി കൊടുക്കാതിരിക്കുക, हमारे नीचे काम करने वालों को सही ढंग से उनका पैसा ना देना, ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താൽ
അനുഗ്രഹം നമുക്ക് നഷ്ടമാവുകയാണ്. यदि ऐसे कार्य करेंगे तो हमारे लिए अनुग्रह में बाधा आएगी. നിന്റെ മുൻപിൽ ഞാൻ അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുന്നു. तुम्हारे सामने मैंने आशीर्वाद और शाप रखा है. നന്മയും തിന്മയും വെച്ചിരിക്കുന്നു. बुराई और भलाई दोनों रखी है. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. जो तुम्हें पसंद है तुम चुन लो. നീ എന്ത് തിരഞ്ഞെടുക്കുന്നോ അതിന്റെ ഫലങ്ങൾ നീയും നിന്റെ കുടുംബവും അനുഭവിക്കേണ്ടി വരും. जो तुम चुनोगे उसका फल तुम्हें और तुम्हारे परिवार को भुगतना पड़ेगा. ഏതെങ്കിലും കുടുംബത്തിന്റെ മേൽ ശാപം വീണിട്ടുണ്ടെങ്കിൽ ആ ശാപം യഥാർത്ഥത്തിൽ ക്രിസ്തു ഏറ്റെടുത്തു. നീ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടുമ്പോൾ ശാപത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടുകയാണ്. यदि आपके जीवन में आपके परिवार में किसी भी प्रकार का शाप है तो आप ये जान लीजिए प्रभु यीशु ने आपके शाप को क्रूस पर चढ़ा दिया है. यदि आप यीशु से जुड़ जाएंगे तो यीशु उसे दूर करेगा. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ മോചിപ്പിച്ചു. क्रिस्त ने अपने ऊपर हमारे शापों को लेते हुए अपने आप को शापित करते हुए उसने हमें छुटकारा दिया है. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. क्योंकि जो खाट पर लटकाया जाता है वो शापित है कहा गया है. നിയമാവർത്തനം 21:23 വചനം. പഴയ നിയമമാണ്. കുരിശിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. विधि विवरण ग्रंथ का अध्याय 21 का वचन 23 है. जो खाट पर लटकाया जाता है वो शापित है. അപ്പോൾ കുരിശിൽ തറയ്ക്കപ്പെട്ട തൂക്കപ്പെട്ട ക്രിസ്തു ശാപം ഏറ്റെടുത്തു. तो क्रूस पर लटकाए जाने वाला यीशु ने अपने ऊपर शाप ले लिया. 13 പറയുന്നുണ്ട് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു. 13 में इस प्रकार कहते हैं कि क्रिस्त हमारे लिए शापित हो गए. അപ്പോൾ എൻ്റെ ശാപം, എൻ്റെ മേലുള്ള ശാപം ക്രിസ്തു ഏറ്റെടുത്തു. तो मुझ पर जो मेरे ऊपर जो शाप है वो क्रिस्त ने अपने ऊपर ले लिया है. ഞാൻ ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് എനിക്ക് ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നത്. जब मैं क्रिस्त के साथ एक होकर क्रिस्त से जुड़ जाता हूँ तब मुझे मेरे शाप से मुक्ति मिलती है. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മുതൽ നീ ശാപത്തിൽ നിന്ന് വിടുതൽ കിട്ടിയവനായിട്ട് മാറുകയാണ്. क्रिस्त को अपने मुक्तिदाता ईश्वर के रूप में आप स्वीकार करने पर आपको शापों से मुक्ति मिलती है. ശാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്നവൻ നിന്റെ ഹൃദയത്തിൽ ഇന്ന് വസിക്കുന്നു. शापों से छुटकारा देने वाला वो ईश्वर आपके हृदय में निवास करता है. യേശു മരണത്തെ തോൽപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. यीशु ने मृत्यु को हराते हुए वो तीसरे दिन जी उठे. ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. जी उठा ईश्वर आज आपके हृदय में निवास करता है. എല്ലാ ശാപത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും യേശു നിന്നെ മോചിപ്പിച്ചു കഴിഞ്ഞു. सभी शाप के बंधनों से शैतानिक बंधनों से यीशु ने आपको छुटकारा दे दिया है. നിന്റെ പാപങ്ങളെല്ലാം ക്രിസ്തു ഏറ്റെടുത്ത് കുരിശിൽ പരിഹാരം ചെയ്തു. आपके सभी पापों को अपने ऊपर लेते हुए ये क्रिस्त ने उसके लिए अर्पित किया है जीवन. ഹല്ലേലൂയ. हालेलुया. നീ ശാപത്തിന്റെ കീഴിലല്ല. आप शाप के अधीन नहीं നീ हैं. ശപിക്കപ്പെട്ടവനല്ല. आप शापित नहीं നീ हैं. ദൈവത്തിന്റെ മകനാ. आप ईश्वर के पुत्र हैं. നീ ദൈവത്തിന്റെ മകളാ. आप ईश्वर की बेटी നീ हैं. ദൈവത്തിന്റെ സ്വന്തമാ. आप ईश्वर के अपने हैं. ഒരു ശാപശക്തിക്കും യേശുവിനെ സ്വന്തമായവരെ തകർക്കാൻ പറ്റില്ല. कोई भी शाप की शक्ति आपका विनाश नहीं कर सकती. നിങ്ങൾ കൃപയുടെ കീഴിലാണ്. आप कृपा के अधीन हैं. നിങ്ങൾ അനുഗ്രഹത്തിന്റെ കീഴിലാണ്. आप अनुग्रह के अधीन हैं. ക്രിസ്തു കുരിശുമരണത്തിലൂടെ നിന്നെ ദൈവപുത്രയുടെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കഴിഞ്ഞു. क्रिस्त ने अपने क्रूस मरण के द्वारा आपको ईश संतान के रूप में उठा लिया है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കട്ടെ. ताली बजाकर यीशु की स्तुति कीजिए. हालेलुया. 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അനീതിപരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ജീവിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നമുക്ക് തടയപ്പെടുകയാണ്. जब आप अन्याय रूप से कार्य करते हैं तो हमारे लिए आशीर्वाद रुक जाता है. എല്ലാ ശാപങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ ഉണ്ട്. तो सभी शापों से हमें छुटकारा है. ചില കുടുംബങ്ങളിൽ നിരന്തരമായിട്ട് രോഗങ്ങൾ ഉണ്ടാവുന്നു. कुछ परिवारों में निरंतर बीमारियां आती रहती हैं. ചില വീടുകളില് ആത്മഹത്യകള്, ദുർമരണങ്ങള്, അപകട മരണങ്ങൾ സംഭവിക്കുന്നു. कुछ घरों में जो है आत्महत्याएं या किसी दुर्घटना के कारण मृत्यु होती है. ഈ അടുത്ത കാലത്ത് ധ്യാനിക്കാൻ വന്ന ഒരു
സിസ്റ്റർ പങ്കുവെച്ച അനുഭവമാണ്, നാട്ടിൽ നടന്ന ധ്യാനമാണ്. हाल ही में केरल में रखकर जो साधना चली थी उसमें एक धर्म बहन ने आकर बताया एक बात है। സിസ്റ്റർ ഇങ്ങനെ പറയാണ്, സിസ്റ്ററിന്റെ കുടുംബത്തില് എല്ലാവരും, സിസ്റ്റർ തൻ്റെ ആങ്ങളെയും കുട്ടിയാണ് ധ്യാനിക്കാൻ വന്നിരിക്കുന്നത്. സിസ്റ്ററിന്റെ വീട്ടില് എല്ലാവരും, സിസ്റ്ററിന്റെ ആങ്ങളമാര് 5 പേര്, ഇവർ 7 പേരാണ്. 5 ആങ്ങളമാരും 48-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ये सिस्टर जी अपने भाई के बेटे के साथ आई हैं। तो ये सिस्टर जी इस प्रकार बताती है, उनके 5 भाई हैं, 5 भाई 48 उम्र होने पर सभी हार्ट अटैक के कारण मर गए। ആ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ ആങ്ങളയ്ക്ക് അടുത്ത വർഷം 48 ആവും, ആങ്ങളയ്ക്ക് ഭയമാണ് 48-ൽ അറ്റാക്ക് ഉണ്ടായി മരിക്കുമെന്ന്. तो इसलिए अभी एक भाई जो बाकी है वो ऐसे डर कर बैठा है, क्योंकि उनका अगले साल में 48 साल हो जाएंगे, तो डर के मारे बैठे हैं कि उनकी भी मृत्यु हो जाएगी। എന്തുകൊണ്ട് ഒരേ വീട്ടിലുള്ളവർ ഇങ്ങനെ മരിക്കുന്നു? क्यों इस प्रकार है कि घर के सभी लोग एक ही प्रकार से मर रहे हैं? ഈ അടുത്ത നാളിൽ ഒരു സഹോദരി തൻ്റെ സഹോദരിയൊക്കെ ഒരു ധ്യാനം കൂടിയാണ് അവരുടെ കുടുംബം. एक बहन हाल ही में अपने परिवार के साथ साधना में भाग लेने आई थी। ആ സഹോദരിയുടെ ആങ്ങളയ്ക്ക് ഒറ്റ ചിന്തയുള്ളൂ, ആത്മഹത്യ ചെയ്യണം, ആത്മഹത്യ ചെയ്യണം. उस बहन का जो भाई है उनके दिमाग में सिर्फ एक ही बात है कि उन्हें आत्महत्या करनी है। ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, അവരുടെ കുടുംബത്തിൽ ഈ സഹോദരിയുടെ അപ്പനും വല്യപ്പനും ആത്മഹത്യ ചെയ്ത, മൊത്തം ആ കുടുംബത്തിൽ 14 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. तो इस प्रकार उनसे बात करने पर पता चला कि उनके पिताजी और पिताजी के पिता भी इस प्रकार आत्महत्या से ही मरे हैं। 14 जन पूर्ण रूप से आत्महत्या के द्वारा आत्महत्या किया है। ചില കുടുംബങ്ങളിൽ ഒരിക്കലും കടബാധ്യതകൾ തീരുന്നില്ല, എന്നും കടബാധ്യതയാണ്. कुछ परिवारों में हमेशा ही कर्ज बना रहता है, कभी भी कर्ज खत्म नहीं होता। ചില കുടുംബങ്ങളിൽ തീരാ രോഗങ്ങൾ, ഒത്തിരിയേറെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. कुछ परिवारों में जो है बीमारियों का अंत नहीं होता, बच्चे हमेशा बीमार रहते हैं। ചില വീടുകളിൽ മാനസിക രോഗികൾ, कुछ घरों में मानसिक रोगी होते हैं। മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലിയില്ല. बच्चों को अच्छे से पढ़ाई है लेकिन नौकरी नहीं है। ചിലര് എന്ത് തൊഴിൽ ഇറങ്ങിത്തിരിച്ചാലും അവസാനം അതെല്ലാം തകർന്ന കടബാധ്യതയിലാകുന്നു. कुछ लोग ऐसे हैं, चाहे वो कुछ भी कर बैठे लेकिन उसके अंत में वो कर्ज में डूब जाते हैं। ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ ബന്ധിക്കപ്പെടണം. इन सब के पीछे कार्य करने वाले बुराई की शक्तियों को बंधित करना है। ചില കുടുംബങ്ങളിൽ ഞാൻ ഓർക്കണി, അടുത്ത നാളിൽ ഒരു അമ്മ ധ്യാനിക്കാണ്, അമ്മയ്ക്ക് 3 പെൺമക്കളുണ്ട്, 3 പേരെയും കെട്ടിച്ചു വിട്ടു. कुछ एक परिवार में मैं याद करता हूँ, एक माँ है, उनकी 3 बेटियां हैं, तीनों बेटियों की शादी करवा दी। 3 പെൺമക്കൾക്കും കുഞ്ഞുങ്ങളില്ല. तीनों बेटियों को बच्चे नहीं हैं, निसंतान हैं। ഇതൊന്നും നിസ്സാരമായ കാര്യമല്ല, 3 പെൺമക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ. 3 बेटियां हैं, तीनों बेटियां निसंतान हैं, ये कोई मामूली बात नहीं। വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. शादी के कई साल बीत चुके हैं। എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? क्यों ऐसा हो रहा है? ചില കുടുംബങ്ങളിൽ നിന്ന് ചിലര് നാട് വിട്ടു പോകുന്നു, പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരുന്നില്ല. कुछ घरों से जो है कुछ लोग घर से निकल जाते हैं, फिर कभी लौट नहीं आते। എവിടെയാണെന്ന് പോലും അറിയത്തില്ല. कहाँ पर है ये भी नहीं मालूम। ചില കുടുംബങ്ങളിൽ ചില പാപദുശ്ശീലങ്ങൾ, മദ്യപാനം, വ്യഭിചാരം, മന്ത്രവാച്യ, ചില പാപദുശ്ശീലങ്ങൾ ഇങ്ങനെ തുടരുന്നു. कुछ परिवारों में है कि बुरी आदतों को, ऐसे बुरी आदतें उनके परिवार में लगातार बनी रहती है। ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ശാപത്തിന്റെ ശക്തിയുണ്ട്. इन सब के पीछे कार्य करने वाला एक शाप की शक्ति है। ആ ശക്തിയെ യേശു കുരിശിൽ തകർത്തതാണ്. और उस शक्ति को यीशु ने क्रूस पर हराया है। നമ്മൾ ശാപത്തിന്റെ കീഴിലല്ല, हम शाप के अधीन नहीं हैं। നമ്മൾ യേശുമായിട്ട് അങ്ങോട്ട് ഐക്യപ്പെട്ട് വചനമനുസരിച്ചൊരു വിശുദ്ധ നയിച്ചാൽ മതി. ഒരു തിന്മയുടെ ശക്തിക്ക് നമ്മളെ തകർക്കാൻ പറ്റില്ല. हम यीशु से जुड़कर पवित्र जीवन बिताएंगे तो कोई भी बुराई की शक्तियां हमें परास्त नहीं कर सकती। അബ്രാഹത്തിൽ ലഭിച്ച സകല അനുഗ്രഹങ്ങളും യേശുക്രിസ്തു വഴി ഇന്ന് നമുക്ക് ലഭിക്കും. इब्राहिम को प्राप्त सभी आशीर्वाद अनुग्रह हमें यीशु क्रिस्त के द्वारा प्राप्त होता है। യേശുക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവർക്ക് സകല അനുഗ്രഹങ്ങളും അവകാശമായിട്ടുണ്ട്. जो यीशु क्रिस्त को अपनाते हैं उन सब के लिए यीशु के सभी अधिकार शक्ति अपना है। യേശുക്രിസ്തു നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്തു. यीशु क्रिस्त ने हमारे शाप को अपने ऊपर ले लिया। യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു. यीशु ने हमारे सभी पापों को अपने पर ले लिया। യെശയ്യാ 53:4 നമ്മൾ വായിക്കുന്നുണ്ട്,
നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ईसाया नबी का ग्रंथ अध्याय 53 का वचन 3 इस प्रकार कहता है, उसने हमारे पापों को ही अपने ऊपर लिया है. നമ്മുടെ വേദനകളും ദുഃഖങ്ങളും യേശു ക്രിസ്തു ഏറ്റെടുത്ത് കുരിശിൽ. हमारे दर्द दुखों को सब कुछ अपने ऊपर क्रूस पर ले लिया. നമ്മുടെ രോഗങ്ങൾ അവൻ കുരിശിൽ വഹിച്ചു. हमारे रोगों को उसने क्रूस पर ढो लिया है. യെശയ്യാ 53:5 ईसाया नबी का ग्रंथ अध्याय 53 का वचन 5, അവന്റെ ക്ഷതങ്ങളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. उसके घावों द्वारा हम भले चंगे हो गए हैं. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. जो दंड वो भोगता था उसके द्वारा हमें शांति मिली है. 1 പത്രോസ് 2:24 पत्रुस का पहला पत्र अध्याय 2 का वचन 22, അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിലേറി. उसने हमारे पापों को ढोते हुए क्रूस पर चढ़ गया. അവൻ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് കുരിശിൽ ഏറി. उसने हमारे पापों को ढोते हुए क्रूस पर चढ़ गया. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടനാണ്. वो इसलिए कि वो हम अपने पाप को छोड़कर न्यायपूर्वक जीवन बिताएं. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. उसके घावों द्वारा आप भले चंगे हो गए हैं. കർത്താവിന്റെ മുറിവിൽ നമുക്ക് സൗഖ്യമുണ്ട്. तो प्रभु के घावों के द्वारा हमें चंगाई है. ഞങ്ങളുടെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. हमारे बीमारियों को वो चंगा करेगा. ഞങ്ങളുടെ രോഗം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റും. आपकी बीमारी चाहे कितनी ही छोटी हो या बड़ी हो, प्रभु चंगा कर सकता है. യേശു നിങ്ങളെ തൊടും. यीशु आपका स्पर्श करेगा. യേശു നിങ്ങൾക്ക് സൗഖ്യം നൽകും. यीशु आपको चंगाई देगा. യേശുവിന്റെ മുറിവിൽ സൗഖ്യമുണ്ട്. यीशु के घावों द्वारा हम भले चंगे हो जाएंगे. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങള് കേരളത്തിലെ അങ്കമാലിയില് തുറവൂർ ബൈബിൾ കൺവെൻഷൻ ആയിരുന്നു. ये पिछले हफ्ते में केरल के अंगमाली के तुरवर नामक जगह में कन्वेंशन था. 5 ദിവസത്തെ വലിയ കൺവെൻഷൻ. 5 दिन का बड़ा कन्वेंशन था. 10,000 ആ കൺവെൻഷൻ പങ്കെടുത്തു. हजारों लोगों ने उस कन्वेंशन में भाग लिया. ആ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം കർത്താവ് ഒരു സിസ്റ്ററിന് അത്ഭുത രോഗശാന്തി നൽകി. कन्वेंशन के दूसरे दिन प्रभु ने एक धर्म बहन को चमत्कारी रूप से चंगाई दी. ആ സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ റോൺസി എന്നാണ്. उस सिस्टर का नाम सिस्टर रॉन्सी है. റോൺസിക്ക് കിട്ടിയ സൗഖ്യം ഞാൻ പങ്കുവയ്ക്കുന്നു. सिस्टर रॉन्सी को प्राप्त चंगाई मैं बताता हूँ. അതായത് സിസ്റ്റർ ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ നിന്ന് വീണതാണ്. 15ഓളം സ്റ്റെപ്പ് നടയില് അടിച്ച് വീണ് ഞരമ്പുകളെ ഡിസ്കൾക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചു. ये सिस्टर जी जो है 15 सीढ़ी की ऊंचाई में से 15 सीढ़ियों में से फिसलते हुए नीचे गिरी थी, तो डिस्क में और नसों में सब काफी चोट लगी. വലതു കൈയുടെ ബലം നഷ്ടപ്പെട്ടു, കൈ പൊങ്ങത്തില്ല. दाहिने हाथ की शक्ति हीन हो गई, वो उठता नहीं. വലത് കാലിന് ബലം നഷ്ടപ്പെട്ടു, പിടിച്ചാലേ നടക്കുകയുള്ളൂ. दाहिना पैर का बल भी नष्ट हो गया, पकड़ कर ही चल सकती है. സിസ്റ്റർ കഴുത്തിൽ കോളർ ഇട്ടിട്ടുണ്ടോ? सिस्टर जी ने गले में कॉलर डाला है. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. एक ऑपरेशन भी हुआ था. ഈ കോളർ എടുത്തു കഴിഞ്ഞാൽ കഴുത്ത് നേരെ നിൽക്കത്തില്ല, കഴുത്ത് താഴേക്ക് പോകും. ये कॉलर हटाने पर गर्दन सीधा नहीं रखता, वो नीचे को गिर जाता है. സിസ്റ്ററിന്റെ വിഷമമൊക്കെ കേട്ടിട്ട് സിസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. सिस्टर का ये दुख सुनकर मैंने सिस्टर जी के लिए प्रार्थना किया. കോളർ എടുത്തു മാറ്റി. कॉलर हटा दिया. ഞാൻ പറഞ്ഞു ഇനി സിസ്റ്ററിന്റെ കഴുത്ത് പൂർണ്ണമായിട്ട് ബലം പ്രാപിച്ചു, കഴുത്ത് താന്നു പോകത്തില്ല. मैंने उस सिस्टर जी को बोला, आपको पूर्ण रूप से चंगाई मिली है, अब आपका सिर नीचे नहीं जाएगा. അപ്പോൾ തന്നെ കഴുത്തുകൾ ബലം പ്രാപിച്ചു. और उसी क्षण गर्दन को शक्ति मिली. വലത് കരം ഉയർത്തത്തിലായിരുന്നു, കരം അപ്പോൾ ഉയർത്തി, കരത്തിന് പൂർണ്ണമായിട്ട് ബലം കിട്ടി. दाहिना हाथ नहीं उठता था, उसको शक्ति मिली, उन्होंने अच्छे से दाहिना हाथ उठाया. കാലുകൾ പൂർണ്ണമായിട്ട് ബലം പ്രാപിച്ചു. पैरों को भी पूर्ण रूप से शक्ति मिली. അത്ഭുതകരമായിട്ട് യേശുവിന്റെ സ്പർശനത്താൽ സിസ്റ്റർ റോൺസി സൗഖ്യം പ്രാപിച്ചു. चमत्कारी रूप से यीशु की शक्ति द्वारा उन्होंने चंगाई प्राप्त किया. ഇതുപോലെ നമ്മുടെ ധ്യാനങ്ങളിലെ കൺവെൻഷനിൽ അനേകം രോഗികളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു. और इसी प्रकार हमारे कन्वेंशन साधना के द्वारा प्रभु यीशु अनेक रोगियों को छू कर स्पर्श कर चंगाई देता है. അവന്റെ മുറിവിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. उसके घावों द्वारा हम भले चंगे हो जाएंगे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ജെറമിയ 17:14 यिर्मयाह नबी का ग्रंथ अध्याय 17 वचन 16, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, हे प्रभु मुझे चंगा कर, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. तब मैं चंगा हो जाऊंगा. കർത്താവേ എന്നെ രക്ഷിക്കണമേ, हे प्रभु मुझे मुक्ति प्रदान कर, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. और तब मैं छुटकारा प्राप्त करूंगा. കർത്താവേ അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. हे प्रभु केवल आप ही में मेरी आशा है. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. നമ്മുടെ ഈ കഴിഞ്ഞ കൺവെൻഷനിൽ
ഒരു ഭാര്യയും ഭർത്താവും തൻ്റെ കുഞ്ഞിനെയുമായിട്ട് സാക്ഷ്യം പറയാമെന്ന്. हमारे इस पिछले कन्वेंशन में एक पति पत्नी अपने बच्चे के लिए साक्ष्य देने आए थे. നിലമ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് തുറവൂര് സാക്ഷ്യം പറയാമെന്ന്. निलंबूर नामक जगह से तुरव नामक जगह में वो साक्ष्य बोलने के ഈ लिए आए. സ്ഥലങ്ങൾ തമ്മിൽ കുറേ ദൂരമുണ്ട്. ये जगह के बीच में काफी दूरी है. മാർട്ടിനും സിന്ധുവും അവിടെ 2 വയസ്സുള്ള കുഞ്ഞിനെയുമായിട്ട് സാക്ഷ്യപ്പെടുത്താൻ വന്നത്. मार्टिन और सिंधु अपने 2 साल के बच्चे को लेकर साक्ष्य बोलने हैं. 2007 ഞാൻ സൗദി അറേബ്യയിൽ ധ്യാനം നടത്തുമ്പോൾ മാർട്ടിൻ ജോലിയുമായിട്ട് സൗദിയിലുണ്ടായിരുന്നു. 2007 में जब मैं सऊदी में कन्वेंशन चला रहा था तो वहाँ पर वो अपनी नौकरी के काम से वहाँ पर उपस्थित थे. അന്ന് പേര് വിളിച്ച് കർത്താവ് ആ മകനെ തൊട്ടതാണ്. उस दिन नाम पुकार कर यीशु ने उस बेटे को स्पर्श किया था. ആ മകന് ഇതാ 16 വർഷം ആയപ്പോഴാണ് ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നത്. और 16 साल के बाद इस मार्टिन नामक इस व्यक्ति को एक संतान प्राप्ति हुई. ഹല്ലേലൂയ. हालेलुया. മെഡിക്കൽ സയൻസ് പറയുന്നു നിങ്ങൾക്കൊരിക്കലും ഒരു കുഞ്ഞ് ഉണ്ടാവത്തില്ല. मेडिकल साइंस ने इस प्रकार कहा कि आप हमेशा निसंतान रहेंगे. പക്ഷേ യേശു അവരെ തൊട്ടു. लेकिन यीशु ने उनका स्पर्श किया. 16ാമത്തെ വർഷം യേശു അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി. उनके विवाह के 16वें साल में यीशु ने उन्हें संतान प्राप्ति दी. മക്കളില്ലാത്തവർക്ക് യേശു മക്കളെ നൽകും. जो निसंतान है उनको यीशु संतान देगा. മന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രങ്ങളെ യേശു സ്പർശിക്കും. जो बांझ है उनको यीशु स्पर्श कर संतान प्रदान करेगा. തളർന്ന ശരീരങ്ങൾ ബലം പ്രാപിക്കും. दुर्बल शरीर बल प्राप्त करेंगे. കൈകാലുകൾ ശക്തിപ്പെടും. हाथ पैरों को बल प्राप्त होगा. നടുവ് നട്ടലൊക്കെ ശക്തി പ്രാപിക്കും. आपकी कमर रीढ़ की हड्डी सब बल प्राप्त करेगी. ക്യാൻസറും ട്യൂമറും അപ്രത്യക്ഷമാകും. कैंसर और ट्यूमर दूर हो जाएंगे. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കും. मानसिक रोग जो बीमार है वो चंगे होंगे. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറും. शैतानिक शक्तियां बंधन दूर हो जाएंगे. യേശു നിങ്ങളെ തൊടും. यीशु आपका स्पर्श करेगा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. യേശുവിന്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യമുണ്ട്. यीशु के घावों द्वारा हम भले चंगे हो जाएंगे. പുറപ്പാട് 15:26. निर्गमन ग्रंथ अध्याय 15:26. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. मैं तुम्हें चंगा करने वाला ईश्वर हूँ. യാക്കോബ് 5:15. याकूब का ग्रंथ अध्याय 5 का वचन 15. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. विश्वास के साथ रोगी की प्रार्थना द्वारा यीशु उसे चंगा करेगा. ആര് വിശ്വാസത്തോടെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരെ കർത്താവ് തൊടും. जो कोई भी विश्वास के साथ चंगाई के लिए प्रार्थना करेगा उसको प्रभु चंगाई देगा. സൗഖ്യം പ്രാപിക്കുവാൻ അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. चंगाई प्राप्त करने के लिए हमें विश्वास के साथ प्रार्थना करनी है. തന്നെ ഭയപ്പെടുന്നവർക്ക് നീതി സൂര്യൻ ഉദിക്കും. അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. മലാക്കി 4:2. मलाकी का ग्रंथ अध्याय 4 का वचन 2 है. തന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. मैं अब प्रभु ईश्वर उनके लिए अपने न्याय का सूर्य का उदित करूंगा. ഈ നീതി സൂര്യൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ये न्याय का सूर्य यीशु क्रिस्त है. അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. അവന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയ മുറിവുകളിൽ എനിക്ക് നിങ്ങൾക്കും സൗഖ്യമുണ്ട്. उसके पंखों में हमें चंगाई रखी गई है. उसके घावों द्वारा हम चंगे होंगे. ഹല്ലേലൂയ. हालेलुया. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ പശുക്കുട്ടി തുള്ളിച്ചാടുന്ന പോലെ സൗഖ്യം പ്രാപിക്കുന്നവർ ആനന്ദിച്ച് തുള്ളിച്ചാടും. किंतु तुम पर जो मुझ पर श्रद्धा रखते हो धर्म के सूर्य का उदय होगा और उसकी किरणें तुम्हें स्वास्थ्य प्रदान करेगी. ഹല്ലേലൂയ. हालेलुया. നമ്മൾ ഇന്ന് പ്രഭാതം മുതൽ കേട്ട യേശുവിനെ കുറിച്ചാണ് കേട്ടത്. യേശു ദൈവമാണ്. യേശു ഈ ഭൂമിയിലേക്ക് വന്ന് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ, പാപം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് വന്നത്. യേശു നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്തു. യേശുവിലൂടെ നമുക്ക് രോഗങ്ങൾക്ക് സൗഖ്യമുണ്ട്. യേശു ദൈവമാണ്, സർവശക്തൻ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് ഉണ്ട്, അത് ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് യേശു ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് നിത്യജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്.
हमने सुबह से लेकर ये सुना कि यीशु कौन है, यीशु धरती पर किस लिए आए हैं, यीशु के द्वारा हमें चंगाई मिलेगी, यीशु सर्वशक्तिमान है। ऐसे अनेक बातों को हमने सुना। आखिरी में मैं कहना चाहूँगा, यीशु के द्वारा हमें अनंत जीवन प्राप्त होगा। യേശുവിലൂടെ നമുക്ക് നിത്യജീവൻ, നിത്യത, സ്വർഗം സ്വന്തമാക്കാം. यीशु क्रिस्त के द्वारा हम अनंत जीवन को, स्वर्ग को प्राप्त कर सकते ഈ हैं। ഭൂമിയിൽ എന്തൊക്കെ നന്മകൾ നമ്മൾ സ്വന്തമാക്കിയാലും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും നമുക്ക് ഏറ്റവും വലുത് സ്വർഗമാണ്. इस धरती पर चाहे हम कुछ भी कमा ले, जो कुछ भी हम अपना ले, लेकिन हमारे लिए सबसे महान कार्य स्वर्ग को अपनाना है। യേശു നമ്മെ അനുഗ്രഹിക്കും. यीशु हमें आशीष देगा, പൈശാചിക ബന്ധന വിടുതൽ നൽകും. शैतानिक शक्तियों से छुटकारा देगा, ശാപങ്ങൾ ഏറ്റെടുക്കും. शापों को अपनाएगा, ബന്ധനങ്ങളെ തകർക്കും. बंधनों को तोड़ेगा, നിന്റെ രോഗങ്ങൾ സൗഖ്യമാകും. आपके रोगों से चंगाई मिलेगी, പക്ഷേ നീ മരിക്കും. लेकिन आपकी मृत्यु होगी। മരണത്തിന്റെ അപ്പുറം നിത്യമായ ഒരു ജീവിതമുണ്ട്. मृत्यु के बाद एक जीवन है, अनंत जीवन है। നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. हमारे जीवन का सबसे महत्वपूर्ण लक्ष्य कहा जाए तो वो ईश्वर के साथ रहना है। നമ്മുടെ ജീവിത ലക്ഷ്യം സ്വർഗം സ്വന്തമാക്കുക എന്നുള്ളതാണ്. हमारे जीवन का लक्ष्य भी कहा जाए तो स्वर्ग को अपनाना है। യോഹന്നാൻ 17:3 യോഹൻ का सुसमाचार अध्याय 17 ഏക वचन 3। സത്യതയുമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക, അതാണ് നിത്യജീവൻ. ये अनंत जीवन कहा जाए तो वो यीशु को पहचानना और यीशु को अपनाना है। യേശുവിനെ നമ്മൾ അറിയണം, യേശു ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. यीशु को जानना है, पहचानना है, उन्हें समझना है। നമ്മുടെ ജീവിതം യേശുവിനായിട്ട് സമർപ്പിക്കണം. हमारी जिंदगी यीशु के लिए अर्पित करना है, അവന്റെ വചനമനുസരിച്ച് ജീവിക്കണം. उसके वचन के अनुसार जीवन बिताना है। മരണത്തിന്റെ അപ്പുറം സ്വർഗത്തിൽ എനിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിനോടെ ഒരു ജീവിതമുണ്ട്. मृत्यु के परे, इस धरती के बाद, इस धरती के जीवन के बाद स्वर्ग में हम सब के लिए यीशु के साथ एक जिंदगी है। 1 कोरिन्थोस 15:57 कुरिन्थियों के नाम पहला पत्र अध्याय 15 का वचन 7। മരണമേ നിന്റെ വിജയം എവിടെ? मृत्यु तेरी जीत कहाँ है? മരണമേ നിന്റെ ദംശനം എവിടെ? मृत्यु तेरी जीत कहाँ है? മരണത്തെ തോൽപ്പിച്ച് मृत्यु को परास्त कर ക്രിസ്തു ഉയർത്തുന്നിട്ടു. क्रिस्त जी उठा। നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ കാതൽ ക്രിസ്തു ഉയർത്തു എന്നതാണ്. हमारे जीवन का सबसे महत्वपूर्ण अंश कहा जाए तो वो यह है कि यीशु जी उठे हैं। നമ്മൾ ആരാധിക്കുന്നത് ഉയർത്തുന്നിട്ട യേശുവിനെയാണ്. हम जी उठे यीशु की आराधना करते हैं। ഉയർത്തുന്നിട്ട യേശു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. जी उठा यीशु हमारे बीच, हमारे अंदर निवास करता है। ഹല്ലേലൂയ. हालेलुया। മരണത്തിന്റെ അപ്പുറം യേശുവിന്റെ കൂടെ ഒരു ജീവിതമുണ്ട്. मृत्यु के परे यीशु के साथ एक जिंदगी है। ആ ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നമുക്ക് മാറ്റം വരുത്താം. उस जिंदगी को देखते हुए हम अपने अभी के इस जीवन में थोड़ा बदलाव लाएं। യേശുവിനെ ആരാധിക്കാം, यीशु की आराधना करें, യേശുവിനെ മഹത്വപ്പെടുത്താം. यीशु को महिमा चढ़ाएं। ഹല്ലേലൂയ. हालेलुया, ഹല്ലേലൂയ. हालेलुया। പ്രൈസ് ദ ലോർഡ്. प्रेज द लॉर्ड। കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. हाथ उठाकर जरा स्तुति करें। हालेलुया, 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 Praise the Lord.